കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടി അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം, മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ഞങ്ങളെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, അപേക്ഷിപ്പാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ദിവസം കൂടി തന്ന കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. നാരായണക്കാട്ട് കടന്നു വന്ന എല്ലാ മക്കളെയും പേരുപേരായി കുടുംബമായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സ്ത്രീജനത്തായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ 18 പേരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. അവരെയും പേരുപേരായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവരുടെ മാതാപിതാക്കന്മാരെയും ജ്ഞാനമാതാപിതാക്കന്മാരെയും അവർ വന്നിരിക്കുന്ന സഭകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരെയും തിരുവചനം വരെ അഭ്യസിപ്പിച്ചവരെയും സ്ത്രീജനത്തിനായിട്ട് പ്രത്യേകമായവർ ഒരുക്കിയവരെയും ഞങ്ങളെ സമയത്തോർത്ത് അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അവരെടുക്കുന്ന പ്രതിജ്ഞകൾ അവരുടെ ജീവിതാവസാനന്മാരെ പാലിപ്പാനും അത് അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിലും വരുന്ന ലോകത്തിലും അനുഗ്രഹമായി തീരുവാനും കൃപ ചെയ്യണം പ്രാർത്ഥിക്കും. കർത്താവേ, അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കും. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. അടിയും പറയുന്നപ്പുറമാൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വത്തിൽ അങ്ങ് മാറ്റെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ വിശുദ്ധ ദിവസം സ്ഥിരീകരണത്തിനായിട്ട് പ്രത്യേകമായി ഈ ഞായറാഴ്ച വേർതിരിക്കുകയും ആ കാര്യം വളരെ നേരത്തെ തന്നെ എന്നോട് പറയുകയും ചെയ്ത ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച അത്രയും സ്നേഹമുള്ള വികാരിയച്ഛൻ പ്രിയപ്പെട്ട ജോസിൻ അച്ഛനോടും നമ്മുടെ സ്നേഹമുള്ള സഭാ ശുശ്രൂഷകൻ വിൽസൺ സാറിനോടും സഭയുടെ ചുമതലക്കാരായ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, സെക്രട്ടറി, ഡയസിസൺ കൗൺസിൽ അംഗങ്ങൾ, സഭാമക്കളെ നിങ്ങൾ എല്ലാവരോടും ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹസമയത്ത് അറിയിക്കുകയും ചെയ്തു. ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും ഞാനും ഒറ്റ വാക്കിൽ പ്രിയപ്പെട്ട സാറിനോട് ചേർന്ന് സ്വാഗതം ചെയ്യും. സാധാരണ സ്ഥിരീകരണം പെരുന്നാളിനോടും അതുപോലെ മറ്റ് പല ശുശ്രൂഷകളോടും ചേർന്ന് നടത്താറുണ്ട്. ഞാൻ പലപ്പോഴും അച്ഛന്മാരോടും ശുശ്രൂഷകളോടും പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത്. കഴിയുമെങ്കിൽ സ്ഥിരീകരണം പ്രത്യേകമായിട്ട് മാത്രം വെക്കണം. കാരണം കുട്ടികളോട് ചോദിക്കാനും അവർക്ക് ഇങ്ങോട്ട് പറയാനൊക്കെയുള്ള അവസരമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലർ പെരുന്നാളിന് വരുന്നവരാണ്, ചിലർ മറ്റ് പല പ്രോഗ്രാമിന് വരുന്നവരാണ്. സ്ത്രീജനത്തായിട്ട് വരുന്ന ആൾക്കാർ അത് ഒരു നീണ്ട ശുശ്രൂഷയായതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും മാനസികമായി. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാറുണ്ട്. ഏതായാലും കിരുത്തോട് സെൻറ്റ് പോൾസ് സഭ ആ കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് കുട്ടികളെ നിങ്ങളുടെ ദിവസമാണ്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളോടാണ്. അത് ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങളെന്ത് ചെയ്യണം? ഉത്തരം പറയണം. അതിൻ്റെ ഏതാണ്ട് 99% കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അച്ഛനും സാറും നിങ്ങളുടെ അതാത് ഇടങ്ങളിലുള്ള ശുശ്രൂഷരും സൺഡേ സ്കൂൾ അധ്യാപകരും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെറിയൊരു ശതമാനം മാത്രമാണ് എനിക്ക് നിങ്ങളോട് കുറവാണ്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചതും നിങ്ങളെ പഠിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങളെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഞായറാഴ്ച വളരെ പ്രത്യേകമാണ്. ഇന്ന് ഉയർപ്പിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. സാധാരണ പുതു ഞായറാഴ്ച എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴ്ച നമ്മുടെ ചിന്താവിഷയം. നമ്മൾ പ്രത്യേകിച്ച് തിരുവചനം നമ്മൾ വായിച്ചു നോക്കുമ്പോഴും നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആ ഒരു ചരിത്രം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പിന് വളരെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. നമ്മളതിനെക്കുറിച്ച് ധ്യാനിച്ചാൽ യേശുവിൻ്റെ ഉയർപ്പാണ് യഥാർത്ഥത്തിൽ എന്ത് ഇന്നത്തെ നമ്മൾ ഈ സഭയുടെ ഈ സഭ ഉണ്ടാകുന്നതിന് കാരണം അതാണ്. ഉയർപ്പം മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ സംഗതികളും അല്ലെങ്കിൽ എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ശക്തീകരിക്കുന്നതും അത് നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അതിൽ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. യേശു ഉയർത്തെഴുന്നേറ്റതാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കാനുണ്ടായ കാരണം, അല്ലേ? 2 കഥകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സമയത്ത്? 2 കഥകൾ, ഒരു കഥയും ഒരു യാഥാർത്ഥ്യം കൂടെയാണ് ഈ ഉയർപ്പിൻ്റെ സമയത്ത്
പ്രചരിപ്പിക്കപ്പെട്ടത്. ഒന്ന് എന്താണ്? ഒന്ന് മറിയ പറഞ്ഞ യാഥാർത്ഥ്യം എന്താണ്? യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. യേശു തന്നെ പറഞ്ഞു, അത് യാഥാർത്ഥ്യമാണ്. ശിഷ്യന്മാർക്ക് പിന്നീട് അത് പ്രത്യക്ഷമാക്കാൻ സാധിക്കും. മറ്റൊന്ന് എന്താണ്? യേശു ഉയർത്തെഴുന്നേറ്റില്ല, എന്ത് ചെയ്തു? നിങ്ങൾ പറയാമോ? എന്ത് ചെയ്തു? യേശു ഉയർത്തെഴുന്നേറ്റില്ല, പിന്നെ എന്താ ചെയ്തു? ചെറിയ ഉറക്കെ ഉത്തരം പറയണം കേട്ടോ. ഈ ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെറിയ ഉത്തരമൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങോട്ട് എത്തത്തില്ല. അത് ഇച്ചിരി ശക്തിക്ക് വരാം. ഓക്കെ, പറഞ്ഞേ. ഇന്നത്തെ ഒരു പ്രത്യേകത ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ. ഓക്കെ, ശ്വാസം ഒന്ന് എടുത്തേ. നിങ്ങൾ മാത്രം ശ്വാസം എടുത്തേ. എടു ഒന്നുകൂടെ എടുത്ത്. കേട്ടെ, ഒന്നുകൂടെ എടുത്ത്. ഓക്കെ, ഫ്രീ ആയിട്ടിരിക്കണേ. ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏത് ചോദ്യമാണെങ്കിലും എന്ത് ചെയ്യണം? ഉത്തരം പറയണം. തെറ്റും ശരിയും പ്രശ്നമല്ല. ഓക്കെ, ചോദ്യത്തിന് ഉത്തരം. തെറ്റോ ശരിയോ ഇവിടെ പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് അറിയാവുന്നതേ പറയാൻ പറ്റത്തുള്ളൂ. അത് കേൾക്കാനാണ് ആഗ്രഹവും. അറിയത്തില്ലാത്ത പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം പറയണം. തെറ്റാണെങ്കിലും ശരിയാണ്. ഓക്കെ. ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു. ഒരു കഥ എന്നായിരുന്നു ആ കൂട്ടത്തിൽ പോയത്, പ്രചരിച്ചത്? പറഞ്ഞു ഉറക്കെ പറഞ്ഞു. വേറെ ഉത്തരം വല്ലതും ഉണ്ടോ? ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചതാണ്. ഓക്കെ, ഒന്ന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. രണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റില്ല, ശിഷ്യന്മാർ വന്ന് എന്ത് ചെയ്തു? അവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടുപോയി. രണ്ട് സംഗതികളാണ്, രണ്ട് സന്ദേശങ്ങളാണ് എന്ത് ചെയ്ത് പോയത്. അത് അന്നും ഇന്നും എന്ത് ചെയ്തിരിക്കുന്നു? വ്യത്യസ്തമായ രൂപത്തിൽ, ഭാവത്തിൽ അങ്ങ് പ്രചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അല്ലേ? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്ന എന്താണ്? അങ്ങനെയാണെന്നാണ് ഇവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരും എല്ലാവരും എന്ത് ചെയ്തു? അത് വിശ്വാസത്താൽ കണ്ട് വിശ്വസിച്ചവരും കാണാതെ വിശ്വസിക്കുന്നവരും എന്ത് ചെയ്തിരിക്കുന്നു? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ നൽകുന്നത്. അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഉയർപ്പിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിലും ശിഷ്യന്മാരെന്ത് ചെയ്തു? ശിഷ്യന്മാരെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്യാതെ അവരെന്ത് ചെയ്തു? അവരുടേതായ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് തിരികെ പോയി എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ യേശു എന്ത് ചെയ്തു? ഇവരുമായിട്ട് വീണ്ടും ഇവരെ സന്ധിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? അവർക്ക് ശക്തി കിട്ടിയതെന്ന് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോയ ശിഷ്യന്മാരെ യേശു പുറകെ ചെന്ന് എന്ത് ചെയ്യുന്നു? അവരെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, ശക്തിപ്പെടുത്തി അവരെ നിയോഗിക്കുന്നത് കാണുവാണ് വീണ്ടും അല്ലേ? ഓരോരുത്തരെയും, സംശയമുള്ള ഓരോരുത്തരെയും എന്ത് ചെയ്തു? വിളിച്ചു, ഞാൻ ഓരോരുത്തരായിട്ടുണ്ട് എന്ന് പറയുകയും ഇതാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് കാണുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസിനോട് പറഞ്ഞു, യേശു പറഞ്ഞു, അവരുടെ തൊഴിൽ എന്തായിരുന്നു? പത്രോസിൻ്റെയും സഹോദരന്മാരുടെയും തൊഴിൽ മീൻപിടുത്തം അല്ലേ? മീൻപിടുത്തമാര് മീൻ പിടിച്ചിരുന്നപ്പോൾ യേശു എന്നാ പറഞ്ഞു? ഞാൻ നിങ്ങളെ ആരാക്കും? മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. യേശു മരിച്ചു അടക്കപ്പെട്ട് കഴിഞ്ഞു. എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റെങ്കിലും ശിഷ്യന്മാരെന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയി അല്ലേ? മീൻപിടുത്തത്തിൽ നിന്ന് പിടിച്ച ശിഷ്യന്മാരെ അവരോട് പറഞ്ഞു, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ യേശുവിൻ്റെ കൂടെ പോന്നു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് അവരെ വിശ്വസിച്ചു. എങ്കിലും എന്ത് ചെയ്തു? തുടർന്നുള്ള ദിവസങ്ങളിൽ അവരെന്ത് ചെയ്തു? അവർ പഴയ തൊഴിലേക്ക് പോയി. വീണ്ടും യേശു അവരെ ചെന്ന് എന്ത് ചെയ്തു? അവരെ വിളിക്കുകയാണ്, നിങ്ങളെ ഇതിനല്ല എന്ത് ഞാൻ വിളിച്ചു വേർതിരിച്ച് വീണ്ടും എന്ത് ചെയ്തു? തൊഴിലേക്ക് പോയത്. നിങ്ങളെ ആരെ? മനുഷ്യരെ പിടിക്കാൻ തന്നെയാണ്, എനിക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ത് നിങ്ങളെ വിളിച്ചത് എന്ന് പറയുകയും ആ ദൗത്യത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും ചെയ്യുന്നത് അല്ലേ? ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് എന്ത് ചെയ്യുന്നത്? അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഇതിൽ നിർത്തുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ടുള്ള ഒരു സന്ധിപ്പ്, അവരുടെ ഒരു കണ്ടുമുട്ടൽ വിശ്വാസികളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അവരെ ആത്മീയമായി ശരീരമായി ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യം ഞാൻ ആശംസിച്ചു. ഇന്ന് നമുക്ക് അതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഈ വിശുദ്ധ വേദപുസ്തകത്തിലാണ്. വായിക്കുക ഇത് വിശ്വാസത്തോടെ. ദൈവത്തിൻ്റെ വചനം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എന്ത് ചെയ്യുക? വായിക്കുക. എനിക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള ചിന്തയോടെ എന്ത് ചെയ്യുക? വായിക്കുക. ഈ യേശുവിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നമ്മളെ ആത്മീയ ജീവിതത്തിൽ ശക്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടിക്കൊണ്ട് ആ യേശുവുമായുള്ള ബന്ധത്തിൽ നമുക്ക് വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കാം. അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകും. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് കൈപ്പൊക്കിക്കേ. സ്ത്രീയെണ്ണം കഴിക്കാനായിട്ട് വന്നവർ, സ്ത്രീയെണ്ണം കഴിയാനുള്ളവരോട് മാത്രമാണ് ചോദ്യമേ, അല്ലാത്തവരോട് ഞാൻ അന്നേരം പറഞ്ഞോളാം. ഓക്കെ, ഒന്നര കൈപ്പൊക്കി കണ്ടില്ല. ഓക്കെ, എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടല്ലേ? പ്രൈസ് കൈതാത്തേരും. ഓക്കെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15 വായിച്ചേ, ടക്ക് നിർത്തി. വേഗം നേരത്തെ ആദ്യം എടുത്തിട്ട് വായിക്കാൻ താമസിച്ചാൽ സമയം പോകും കേട്ടോ. സാധാരണ കമ്മ്യൂണിറ്റി സർവീസ് എത്ര മണിക്കൂറാ? ഇവിടുത്തെ കമ്മ്യൂണിറ്റി സർവീസ് എത്ര മണിക്കൂറാ? 2 മണിക്കൂറോ? അത് 2:30 ഓ അച്ഛാ, അങ്ങനെ തിരുവേനി അങ്ങനെ സമയമൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ആരാ ഇത് പോകുന്നില്ലേ? മിനിമം 2 മണിക്കൂർ അല്ലേ? ഓക്കെ, ഈ സർവീസ് എത്ര മണിക്കൂറുണ്ട്? 2.5 മണിക്കൂറുണ്ട്. 10 പിള്ളേർക്ക് 2.5 മണിക്കൂർ. ഇവിടെ 20 പേരുണ്ട്. അപ്പോൾ എത്ര പേർക്ക് കൂട്ടിയാച്ചാൽ മതി. അപ്പം 2ഉം 2.5ഉം 4.5ഉം പിന്നെ പ്ലസും കൂടെ വരുമ്പോൾ എപ്പോൾ ആവും? അത് കണക്കൂട്ടി വെച്ചാൽ മതി. ക്ലോക്ക് ഏതാണെന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് എന്ത് ചെയ്യാവുള്ളൂ? നിങ്ങൾ ഏറ്റുപോകാവുള്ളൂ, വാച്ച നോക്കാവുള്ളൂ, അത് വൃത്തിയായിട്ട് ഉറപ്പിക്കരുത്. ഓക്കെ, ഇവർ ഉത്തരം പറയാൻ താമസം എന്ത് ചെയ്യും? അത് പിന്നെയും നീണ്ടു പോകും അല്ലേ? 20 പിള്ളേർക്ക് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ 1 മിനിറ്റ് വെച്ചെടുത്താൽ എത്രയായി? 20 മിനിറ്റ് പോകും അല്ലേ? അങ്ങനെയാണ് സമയം ഇത് പോകുന്നത്. അപ്പോൾ ഉത്തരം പറയാൻ ഒരു 2 മിനിറ്റ് താമസം എന്ത് ചെയ്യും? പിന്നെയും സമയം പോകും. ഓക്കെ, വേഗം ഒന്ന് വായിച്ചേ. എടുത്തവർ വായിച്ചു. ഇപ്പോൾ വേറെ അധ്യായമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വായിച്ചു, എടുത്ത് വായിച്ചു. മിടുക്കൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഓക്കെ, ഇനിയിപ്പോൾ അടച്ചു വെച്ചാൽ ഇനിയിപ്പോൾ പിന്നെ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്താൽ മതി? തപ്പി കണ്ടുപിടിച്ചാൽ മതി കേട്ടോ, ഇതെവിടെയാണ്. ഓക്കെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ബാക്കി എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങളത് കാണാതെ പഠിക്കണം. ഒന്ന് പറഞ്ഞേ, കാണാതെ പറഞ്ഞേ. അയ്യോ, അത് ശബ്ദം പോരെ, ഇച്ചിരി ഉറക്കെ പറയണം അല്ലേ? ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ, റെഫറൻസ് പറഞ്ഞേ. യോഹന്നാൻ 14:15 അല്ലേ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15. നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്തിരുന്നോണം. ചിലപ്പോൾ എളുപ്പം, ചിലപ്പോൾ യോഹന്നാൻ സുവിശേഷം യോഹന്നാൻ 14:15 എന്ന് പറഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കേണ്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. അതാണ് അതിൻ്റെ പൂർണ്ണരൂപം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം, അല്ലെങ്കിൽ യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15 വാക്യം ഏതാ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പെൺകുട്ടികളെന്ന് പറഞ്ഞേ. അയ്യോ, എല്ലാവരും പറഞ്ഞില്ലല്ലോ, ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഓക്കെ, ഇച്ചിരി മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞത്? അല്പം മുമ്പ് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ഈ വാക്യം പറഞ്ഞേ, കൽപ്പനകളെ കാത്തുള്ളൂ. ഇത് യേശു തന്നെ പറഞ്ഞ വാക്യമാണോ? വചനമാണ്. യേശു തന്നെ പറഞ്ഞ വചനമാണ്. അപ്പോൾ ദൈവത്തോട്, യേശുവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? കാത്തുകൊള്ളൂ. കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയാണ് അതിൻ്റെ അർത്ഥം. കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ഓക്കെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? നിങ്ങൾ അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആയിത്തീരുകയുള്ളൂ, അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നവരായിത്തീരുകയുള്ളൂ. ഓക്കെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? വേറെ വെച്ച് കാപ്പിയെ കുടിച്ചിട്ടാണല്ലോ പോകുന്നത്. തലകറക്കോ ബോധക്കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കി വെച്ചാൽ മതി. കക്കേരന്മാർ, കമ്മിറ്റിക്കാരൊക്കെ ഇവിടെ ഉണ്ട്.
പിടിക്കാനുള്ള വെള്ളമൊക്കെ എന്ത് ചെയ്യും? അവർ ഇവിടെ കൊണ്ടുവരും. ആ കാര്യത്തിൽ പഠിക്കുന്നു. പറഞ്ഞ് കൽപ്പനകളെ കാക്കണമെങ്കിൽ, കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇച്ചിരി ഉറക്കെ പറഞ്ഞു. ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. എനിക്കും കേൾക്കത്തില്ല, അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കത്തില്ല, ആർക്കും കേൾക്കത്തില്ല. അവർക്കൊക്കെ എന്താ ആഗ്രഹം പറയുന്നത് ഉത്തരം കേൾക്കാനായിട്ട്. എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ, അവർ പണി ഉത്തരം, ശരി ഉത്തരം പറയുന്നേക്കാർക്ക് വലിയ അവർ തല ഒന്നുകൂടെ എന്ത് ചെയ്യും? ഇങ്ങനെ പൊക്കിയിരിക്കും അല്ലേ? തെറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? അതുകൊണ്ട് ശരി ഉത്തരം തന്നെ പറഞ്ഞു. തെറ്റാണെങ്കിൽ ശരിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ കൽപ്പന കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൽപ്പന കാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ചോദ്യം അതാ. അത് അച്ഛനും സാറും ഞങ്ങളിവിടെ പറഞ്ഞില്ലായിരുന്നല്ലോ തിരുമേനി. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞതിനും വേദവസ്തുത്തിൽ നിങ്ങൾ വായിച്ചതിനും ഇപ്പോൾ പഠിച്ചതിനുള്ളതിന് അനുസരിച്ചുള്ള ചോദ്യമാണ് അല്ലേ? പറഞ്ഞു അല്ലെ? താഴെ ഇരിക്കുന്നവർ പറയും, പിന്നെ അവർക്ക് സ്ഥിരീകരണം കൊടുക്കേണ്ടി വരും, നിങ്ങളെ അവിടെ കൊണ്ട് ഇരുത്തേണ്ടി വരും. വലിയ പാടാണ്. ഓക്കെ, പിന്നെ എങ്ങനെയാ സ്ഥിരീകരണം തരുന്നേ? ഒന്നിടത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത്, ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം കിടപ്പാണ്. നിങ്ങൾ പഠിക്കുന്ന പിള്ളേർ കാണും, പഠിത്തം കഴിഞ്ഞവർ കാണും, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ചോദ്യം? ആദ്യം എന്ത് ചെയ്യണം? ചോദ്യം മനസ്സിലാക്കണം, പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഉത്തരം പറയേണ്ടത് അല്ലേ? എന്താ ചോദ്യം? ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. കൽപ്പനകളെ പ്രമാണിക്കണം. ഓക്കെ, നല്ല ഉത്തരം. കൽപ്പനകളെ പ്രമാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയും ചോദ്യം. പറഞ്ഞേ, ആരെങ്കിലും ഒരൊറ്റയാണ് അല്ല ഒരൊറ്റ പെണ്ണ് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണമെന്ന് പകരമാണ് അനുസരിക്കണം എന്നാണ് പറയുന്നത് കൽപ്പനകൾ. ദൈവത്തിനെ ജീവിക്കുന്നതിന് എന്ത് ചെയ്യണം? ആദ്യത്തെ ചോദ്യമാണ് മെയിൻ ചോദ്യം. അതിനെ ബേസ് ചെയ്ത് അത് അത്രയും ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് വേറെ ചോദ്യമില്ല, ഉത്തരവും ഇല്ല. ഓക്കെ, ഈ ചോദ്യം പല ആവർത്തി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ചേലച്ചോട്ടി നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് യോഹന്നാൻ അച്ഛൻ പറഞ്ഞത്. അവിടെ സ്ഥിരീകരണത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? പിള്ളേർക്ക് തിരുമേനി ഈ ചോദ്യമൊക്കെ ചോദിച്ചു വെച്ചേക്കുന്നത് എന്ത് ചെയ്യണം? ഓർത്തിരിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഈ ഒത്തിരി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ചോദിക്കുന്ന ഉത്തരം മാത്രം ചോദ്യങ്ങൾ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാം? ഉത്തരം പറഞ്ഞാൽ മതിയുള്ള ചിന്തയോടൊക്കെ ഒരു പക്ഷേ അവർ വന്നിട്ടുണ്ടാവും അച്ഛൻ്റെ കൂടെ ചേർന്ന്. നല്ല കാര്യം, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു, കുറേ ഉത്തരം പറഞ്ഞു. അത് ഞാൻ പിന്നെ ആ ചോദ്യം തന്നെ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഈ സൈഡിലുള്ള ആൾക്കാർക്ക് പറയാം, വിശ്വാസികൾക്ക്. ഈ സൈഡിലുള്ള സമയം ഒത്തിരി പോയതുകൊണ്ട് ഏതാണ്ട് 5 മിനിറ്റ് ഇതിനു വേണ്ടി കളഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ കൽപ്പനകൾ ഏതാന്ന് അറിയണം. ഉത്തരം കിട്ടിയോ? കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ കൽപ്പനകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഏത് കൽപ്പനയാണെന്ന് അറിയാതെ എന്ത് ചെയ്യത്തില്ല? അനുസരിക്കാൻ പറ്റത്തില്ല. ട്രാഫിക് റൂള് എന്ത് ചെയ്യണം? അനുസരിക്കണം. നിങ്ങൾ പലരും വണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ? ട്രാഫിക് റൂൾസ് എന്ത് ചെയ്യണം? അനുസരിക്കണം, അപകടം ഒഴിവാക്കാൻ. ട്രാഫിക് റൂൾസ് അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രാഫിക് റൂള് അറിഞ്ഞിരിക്കണം അല്ലേ? ശരിയാണോ? നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എതിരെ ഒരു വണ്ടി വരാണ് എന്ത് ചെയ്യും? നമ്മൾ അതേ റൂട്ടിൽ തന്നെ വരാൻ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? എന്താ എതിരെ വണ്ടി വന്നാൽ എന്ത് ചെയ്യണം? സൈഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ബ്രേക്ക് ചവിട്ടണം അല്ലേ? അത് സ്പീഡ് കുറയ്ക്കണം.
ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടിയായിരിക്കും ഫലം. നമ്മൾ റോഡ് നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് റോഡെ പോകുമ്പം വണ്ടി ഓടിക്കുമ്പം ഏത് സൈഡിൽ കൂടെ പോകണം? നമ്മുടെ വണ്ടികൾ ഇടത് സൈഡിൽ കൂടെ പോകണം അല്ലേ? ഇടത് സൈഡിൽ കൂടെ പോകണം. ഇടത് സൈഡിൽ പോകണമെന്ന് അറിയത്തില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? റോഡിന് നടക്കോടെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകും. എന്തായിരിക്കും ഫലം? അപകടം. റൂൾസ് അനുസരിച്ചില്ലെങ്കിൽ എന്താണ്? അപകടമാണ് ഫലം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇത്. കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ അറിഞ്ഞിരിക്കണം. അനുസരിക്കേണ്ട കൽപ്പനകൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്. കൽപ്പന നമുക്കറിയാമോ? കൽപ്പന എല്ലാം 10 കൽപ്പന അറിയാവുന്നവർ കൈവയ്ക്കുക. 10 കൽപ്പനകളും അറിയാവുന്നവർ കൈവയ്ക്കുക. ആരെങ്കിലും കൈവാക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, എല്ലാ കൽപ്പന അറിയാം അല്ലേ? സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നില്ല ഓരോന്നോരോന്ന്. ഇല്ലെങ്കിൽ ആൾക്കാർ ഉള്ള കാരണം എന്ത് ചെയ്യും? അവർ പിന്നെ എഴുന്നേറ്റ് പോയെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? സമയം പോകുമ്പോഴേ. ഓക്കെ, കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ കൽപ്പനകൾ ഏതാണെന്ന് അറിയണം. കൽപ്പനകൾ നിങ്ങൾക്ക് അറിയാമെന്നാണ് പറഞ്ഞ് അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അല്ലേ? പിന്നെ വേറെ എവിടെയാണ്? ആവർത്തന പുസ്തകം. ഓക്കെ, ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൽപ്പനകൾ ആർക്ക് ലഭിച്ചതാണ്? ആര് മുഖാന്തരമാണ് ലഭിച്ചത്? ആരാണ് കൊടുത്തത്? കൽപ്പനകൾ ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ദൈവം കൊടുത്തു അല്ലേ? എവിടെയാണ് അത് എഴുതി കൊടുത്തത്? സിനായി പർവ്വതത്തിലാണ് എഴുതി കൊടുത്തത്. ശ്രദ്ധിക്കണം, ഞാൻ ചോദ്യം ശ്രദ്ധിക്കണം. സിനായി പർവ്വതത്തിലാണ് എഴുതി കൊടുത്തത്? അല്ല, പിന്നെ എവിടെ എഴുതി കൊടുത്തത്? കൽപ്പലകയിൽ. ഇതൊരു കഷ്ടം. നിങ്ങൾക്ക് അറിയത്തില്ലാത്തല്ല, എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കാതെ, ചോദ്യം ശ്രദ്ധിക്കാതെ ഉത്തരം പറയുന്നത് അല്ലേ? അത് വലിയ കുഴപ്പമാണ്. ഓക്കെ, കൽപ്പലകയിൽ എഴുതി കൊടുത്തു അല്ലേ? എന്തിനായിരിക്കും കൽപ്പലകയിൽ എഴുതി കൊടുത്ത്? അല്ലെ തോലിൻ്റെ ചുരുളിൻ്റെ അകത്തോ പേപ്പറേലോ അല്ലെ പലകയിലോ അല്ലൊക്കെ എഴുതി കൊടുത്താൽ എന്തിനാണ് കൽപ്പലകയിൽ എഴുതിയത്? എന്തിനായിരിക്കും? നശിച്ചു പോകാതിരിക്കാൻ. എന്തിനു നശിച്ചു പോകാതിരിക്കണം? എന്തിനു നശിച്ചു പോകാതിരിക്കണം? പറഞ്ഞു. എന്തിനാണ് നശിച്ചു പോകാതിരിക്കാൻ കല്ലിൽ എഴുതി കൊടുത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് നശിച്ചു പോകാതിരിക്കണം? പറയുന്നേ, നിങ്ങൾ ബുദ്ധിയൊക്കെ ഒന്ന് ഉപയോഗിച്ച്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് തുടർന്നുള്ള ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? അനുസരിക്കേണ്ടത് അല്ലേ? അനുസരിക്കണേ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞേ? അറിഞ്ഞിരിക്കണം. അനുസരണത്തിൻ്റെ അറിവ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് അനുസരിക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ, ഇതിനായിരിക്കും കല്ലെഴുതി കൊടുക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫലകം വെച്ചിട്ടുണ്ടെന്നു അല്ലേ? പള്ളിയുടെ ഫ്രണ്ടിൽ. അതെന്തിനാ ഫലകം? അതെന്നാ നമ്മുടെ പള്ളി പ്രതിഷ്ഠിച്ചതല്ലേ അല്ലേ? എന്തിനാ പള്ളി പ്രതിഷ്ഠിച്ച പറഞ്ഞാൽ കല്ലെഴുതി വെച്ചേക്കുന്നത്? ആൾക്കാർക്ക്, ഈ പള്ളിയിലെ ആൾക്കാർക്ക് അറിയത്തില്ല ഈ പള്ളി എന്നാ പ്രതിഷ്ഠിച്ചത്, അറിയത്തില്ലേ? പിന്നെ എന്തിനാ കാശും മുടക്കി ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയത്? കല്ലിൽ എഴുതി വെച്ചിരിക്കുക, ഈ പള്ളി ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന ആൾ പ്രതിഷ്ഠിച്ചു, ഇന്ന ആൾക്കാർ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഇന്ന ആൾ കമ്മിറ്റിക്കാരുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ് എന്തിനെഴുതിക്കുന്നത്? ഇപ്പോൾ ആൾക്കാർ മാത്രമല്ല, വരുന്ന തലമുറകളും എന്ത് ചെയ്യണം? ഒരു തലമുറയല്ല, പല തലമുറകൾ. എപ്പോഴെല്ലാം എത്രയെല്ലാം കാലഘട്ടം ഈ പള്ളി ഇവിടെ ഇരിക്കുന്നുവോ, എത്രയെല്ലാം ആൾക്കാർ ഇതിലെ നടന്നു പോകുന്നുവോ, അവരെല്ലാം അറിയണം ഈ പള്ളി ഇന്ന മാസം ഇത്രാം തീയതി സ്ഥാപിക്കപ്പെട്ടു. അതാണ് എൻ്റെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിലുള്ള ആൾക്കാർ മാത്രമല്ല, വരുന്ന തലമുറകളും അറിയാൻ വേണ്ടിയാണ് കല്ലിൽ എഴുതി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം കൽപ്പനകൾ കല്ലിൽ എഴുതി കൊടുക്കാൻ കാരണം എന്താണ്? അന്നുള്ള കൽപ്പന മേടിച്ച ആ ഒരു തലമുറ മാത്രമല്ല, പിന്നെയോ അതിനുശേഷമുള്ള തലമുറകളും എന്ത് ചെയ്യണം? കൽപ്പനകൾ അറിയണം, അത് പ്രമാണിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തത്? കൽപ്പലകയിൽ എഴുതിക്കൊടുത്തു. മറന്നു പോകരുത്, കൽപ്പലകയിൽ എഴുതിക്കൊടുത്തു. അനേക
ചുരുളുകൾ എഴുതിയായിട്ട് നമുക്ക് വേദോസത്തിൽ കാണാൻ സാധിക്കും. മറ്റ് അനേക എഴുത്തുകളെക്കുറിച്ച് വേദോസത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം എന്ത് ചെയ്തിരിക്കുന്നു? കല്ലിൽ എഴുതി എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല മറ്റ് പല സംഗതികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൽപ്പനകളോട് ബന്ധപ്പെട്ട ഉപദേശങ്ങൾ പലതും എന്ത് ചെയ്തിട്ടുണ്ട്? പല സന്ദർഭങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം കല്ലിൽ എഴുതി വെച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ കല്ലുകൾ നാട്ടി അവത്തെ എന്ത് ചെയ്യുമായിരുന്നു? അവർ ഈ കൽപ്പനകളൊക്കെ എന്ത് ചെയ്യും? അവർ എഴുതി വെക്കുമായിരുന്നു. വ്യാഖ്യാനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എഴുതി വെക്കുമായിരുന്നു. അത് ആൾക്കാർ വായിച്ച് എന്ത് ചെയ്യാനായിട്ട്? വായിച്ച് ദൈവത്തോടുള്ള ആ ബന്ധം നിലനിർത്താൻ വേണ്ടി. ഓക്കെ, ആ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ആ കൽപ്പനയാണ് നമ്മൾക്കും എന്തിരിക്കും നൽകപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെന്തായിരിക്കും? അവർക്ക് കൊടുത്തെങ്കിൽ അവർക്കല്ലേ, നമുക്കെന്താ? എന്തായിരിക്കും അതിൻ്റെ ഒരു കണക്ഷൻ? ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ മക്കൾ അന്ന് ആരാധിച്ച യഹോവയാകുന്ന ദൈവം, സർവശക്തനായ ദൈവം, സകലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് അതിൻ്റെ ബന്ധം. മനസ്സിലായല്ലോ? വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് പ്രത്യേകമായി വെളിപ്പെട്ട അതേ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ഞാനും നിങ്ങളും ഇന്ന് ആരാധിക്കുന്നത് ക്രിസ്തുവിലൂടെ. അത് മറന്നു പോയത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിലൂടെ മാത്രമാണ് നമുക്ക് ആ ബന്ധം ഉള്ളത്. യേശുവിലൂടെ അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് ആ ദൈവം അനുസരിപ്പാനായിട്ട് കൊടുത്ത കൽപ്പനകൾ ആർക്കും ബാധകമാണ്? നമുക്കും ബാധകമാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം ആ ദൈവത്തെ തന്നെയാണ് എന്ത് ചെയ്യും? നമ്മളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള അനുസരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾക്ക് ഒരിക്കലും എന്തില്ല? മാറ്റമില്ല. ഒരിക്കലും മാറ്റമില്ല. ഒരുപക്ഷെ എൻ്റെ രൂപം ഭാവം മാറിയേക്കാം, പക്ഷേ എന്തിനു മാറ്റമില്ല? അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. അതുകൊണ്ട് വേദപുസ്തകം എന്ത് ചെയ്യണം? അണുവിട വള്ളിപുള്ളി തെറ്റാതെ എന്ത് ചെയ്യണം? വായിച്ച് നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് അല്ലേ? ഇപ്പോൾ പിള്ളേരിവിടെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? യോഹന്നാൻ പറഞ്ഞപ്പോൾ എവിടെ തപ്പാൻ തുടങ്ങി? പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിന് പുറകോട്ട് തപ്പാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിള്ളേർ ബുദ്ധിമാന്മാരായതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടനെ ആകാരാതിയുടെ കാര്യം അപ്പോഴാണ് അവർ കണ്ടത്. ഉടനെ അവർ ആകാരാതി എടുത്ത് നോക്കി എവിടെയാണ് കിടക്കുന്നത് ഇത് കണ്ടുപിടിച്ചില്ലേ? മിടുക്കന്മാരും മെഡിക്കളി ചെയ്യുന്നത് കണ്ടില്ല, മിടുക്കന്മാർ ചെയ്തേ കണ്ടുള്ളൂ. ഓക്കെ, നല്ല കാര്യം. സംശയം തോന്നുന്നു എന്ത് ചെയ്തേക്കുക? ഒത്തിരി തപ്പി സമയം കളയേണ്ട കാര്യമില്ല. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പുസ്തകക്രമം പറഞ്ഞിട്ടുണ്ടല്ലേ? അന്നേരം എടുക്കുക. അതിൻ്റെ അത് പേജ് നമ്പർ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് ടക്കെന്ന് എന്ത് ചെയ്യാൻ എടുക്കാനായിട്ട് സാധിക്കും. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് പുസ്തകം എവിടെയാണെന്ന് കൃത്യം അറിയാം അല്ലേ? പുസ്തകം തുറക്കുമ്പോൾ അവർക്ക് അറിയാം. ഉൽപ്പത്തി കഴിഞ്ഞ് പുറപ്പാടാണെന്ന് പറയേണ്ടത് നമുക്കറിയാം അല്ലേ? മത്തായി കഴിഞ്ഞ് മർക്കോസാണ് നമുക്കറിയാം അല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് ചെയ്തില്ല? ഇപ്പോഴത്തെ പിള്ളേരെന്ന് വേറെ പിള്ളേരല്ല, നമ്മുടെ പിള്ളേരാണ്. നമ്മുടെ പിള്ളേർക്ക് ഇപ്പം എന്ത് ചെയ്തില്ല? മത്തായി കഴിഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല. അവരുടനെ എന്ത് ചെയ്യും? ഒരാകാരാതി എടുത്ത് നോക്കും. കുഴപ്പം ആരുടെയാണ്? ആയിരിക്കും കുഴപ്പം? അതിനാണ് പുസ്തക പരിചയം എന്ന് പറയുന്നില്ലേ? നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ യൂത്തിൻ്റെ മീറ്റിങ്ങും അല്ലാതെ സൺഡേ സ്കൂളിലൊക്കെ ശ്രീയൻ സഖ്യത്തിലൊക്കെ പുസ്തക പരിചയം എന്നും പറഞ്ഞ് എന്ത് ചെയ്ത് മത്സരങ്ങൾ വെക്കാറുണ്ട് അല്ലേ? ആദ്യം എടുത്ത് വായിക്കുന്നവർക്ക് സമ്മാനം അല്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താ? ഈ പുസ്തകം പരിചയപ്പെടുക എന്നാണ്. ഒരു പുസ്തകം കഴിഞ്ഞ് അടുത്ത പുസ്തകം എവിടെയാണ്? അതാണ് പുസ്തക പരിചയം എന്ന് പറയാം. ടക്കെന്ന് എന്ത് ചെയ്യുക? പുസ്തകം എടുക്കാനായിട്ട് നോക്കുക, പഠിക്കുക. ഇത് നമ്മുടെ അടിസ്ഥാന പുസ്തകമാകിയാൽ ഇതുമായിട്ട് നമുക്ക് എല്ലാ ജീവിതത്തിൽ എല്ലാ കാലത്തും ബന്ധമുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ പുസ്തകക്രമമൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കേണ്ടതാണ്. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ അത് പഠിക്കുന്നുണ്ട് എങ്കിലും എന്ത് ചെയ്യുന്നില്ല? അതിന് ശരിയായുള്ള പരിശീലനം പലപ്പോഴും കിട്ടാത്തതുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല. അപ്പോൾ ഈ വചനം ആദ്യം തൊട്ട് അവസാനം വരെ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് എന്താണ്? ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ആ ദൈവത്തെ തന്നെയാണ് ഇന്നും നമ്മളും ആരാധിക്കുന്നത്. അതുകൊണ്ട് അന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അന്നും ഇന്നും എന്നും ഒന്നു തന്നെയാണ് അല്ലേ? ദൈവം എന്നാ പറഞ്ഞു? ദൈവത്തിൻ്റെ മാനദണ്ഡം. ദൈവം എങ്ങനെയുള്ളവനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ദൈവം എങ്ങനെയുള്ള ആളാണ്? സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഡാഷ് ആയിരിക്കുന്ന പോലെ നിങ്ങൾ ഡാഷ് ആയിരിക്കണം. കേട്ടിട്ടുണ്ടോ? വാക്യം കേട്ടിട്ടുണ്ടോ? ആദ്യം കേൾക്കുക തിരുവേനി. ഇന്നും കൂടെ കൊട്ടി തിരുവേനി വന്നിട്ട് ആദ്യം കേൾക്കുക. ഞാൻ ഡാഷ് ആയിരിക്കുന്ന പോലെ നിങ്ങളും ഡാഷായി.
എനിക്ക് സംശയം, നിങ്ങൾ ഇന്നാണോ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നത്? അത് ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് പറയായിരിക്കും അല്ലേ? അതൊക്കെ നമ്മൾ കേട്ട് പഠിക്കുന്നത്. ഇതിനകത്ത് പലപ്പോഴും നമ്മൾ കേട്ടില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഇത്രയും കഷ്ടമുള്ളൂ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവം ആരാണ്? ദൈവം വിശുദ്ധനാണ്. അവിടെ നിങ്ങൾ ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ, വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ ഒരേ ഒരു മാനദണ്ഡം എന്താണ്? വിശുദ്ധി. ഈ പറഞ്ഞിരിക്കുന്ന കൽപ്പന പ്രമാണങ്ങളും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളും എല്ലാം എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു? ഈ വിശുദ്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാനുള്ള മാർഗങ്ങളാണത്. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് ദൈവം വെച്ചിരിക്കുന്ന നിബന്ധനകളാണതല്ല. അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? ദൈവസന്നിധിയിൽ വരാനായിട്ട്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ദൈവസന്നിധിയിൽ വരാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ ആ ഭാഗം നിർത്തിട്ട്, ഇപ്പോൾ നമ്മളിവിടെ ഞാനൊരു മെഴുതിരി ഇവിടെ കത്തിച്ച് വെച്ചിരിക്കാൻ നടത്തും. ആ മെഴുതിരിയുടെ അടുത്തേക്ക് ഞാനൊരു പേപ്പർ ഇങ്ങനെ കൊണ്ടുചെല്ലാണ്. ഒരു പേപ്പർ എന്തുമാത്രം അടുത്ത് ആ പേപ്പർ കൊണ്ടുവരാൻ ചെല്ലാൻ സാധിക്കും? ആ മെഴുതിരി നാളത്തിൻ്റെ എന്തുമാത്രം അടുത്ത് ഈ പേപ്പർ ചെല്ലും, പേപ്പറിന് കേടുപാട് വരാതെ. ആ തീനാളത്തെ മുട്ടിക്കാൻ പറ്റുമോ? മുട്ടിച്ചാൽ നെയ്യും കത്തിപ്പോവും, പേപ്പർ കത്തിപ്പോവും. ഓക്കെ, വേറൊരു മെഴുതിരി കത്തിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ആ മെഴുതിരി കത്തിച്ചാൽ തീനാളത്തിൻ്റെ ഉടമര വരും. അത് ചേർന്ന് നിന്നാലും എന്ത് ചെയ്തില്ല, അതൊന്നും സംഭവിക്കുന്നില്ല അല്ലേ? അത് ചേർന്ന് കത്തത്തെ ഉള്ളൂ. അതാണ് ദൈവസന്നിധിയിലേക്കുള്ള ദൈവമുള്ള അടുപ്പം എന്ന് പറയുന്നത്. ദൈവം ആരാണ്? ദൈവം വിശുദ്ധനാണ് അല്ലേ? ആ വിശുദ്ധിയോട് അനുരൂപപ്പെടാതെ നമുക്ക് എന്ത് ചെയ്തില്ല, ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ കണ്ടാൽ എന്ത് ചെയ്യും, അവർ മരിച്ചു പോകുന്നൊക്കെ അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നല്ലേ? അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് വിശുദ്ധർക്ക് മാത്രമേ ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഒരാൾ വിശുദ്ധനാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക എന്നുള്ളതാണ് എൻ്റെ. ഓക്കെ, നമ്മളിവിടെ പള്ളിയിൽ വരുന്നല്ലേ? പള്ളിയിൽ വരുമ്പോൾ ഇന്ന് നമ്മൾ പള്ളിയിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഞായറാഴ്ചയാണ്. നമ്മൾ ആരാണ് ആദ്യത്തെ ഭാഗത്തൊക്കെ എന്ത് ചെയ്തു, ഒരു പാട്ട്, മറ്റ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു അല്ലേ? നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ കൽപ്പനയാണ് വായിച്ചല്ലേ? ഇന്ന് വായിച്ച അച്ഛൻ എന്നാ വായിച്ചേ? ഇന്ന് കൽപ്പന അച്ഛൻ വായിച്ചോ? വായിച്ചോ? ഏതാ വായിച്ചേ? 10 കൽപ്പന വായിച്ചോ? അച്ഛൻ 10 കൽപ്പന വായിച്ചോ? കൂട്ടുകാരനെ 10 കൽപ്പന വായിച്ചോ എന്നാ ചോദ്യം. പിന്നെ എന്നാ വായിച്ച അച്ഛൻ? 10 കൽപ്പന വായിക്കാതെ, കൽപ്പനയെക്കുറിച്ച് പരാമർശം ഇല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഒരു CSI ആരാധന, കമ്മ്യൂണിറ്റി സർവീസ് എന്ത് ചെയ്യുന്നില്ല, ഇല്ല. നമ്മളെല്ലാവരും CSIക്കാരെല്ലാവരും ഓർത്തിരിക്കുന്ന കാര്യമാണ്. കൽപ്പനയുടെ ഓർമ്മപ്പെടുത്തലില്ലാതെ എന്തില്ല, ആരാധനയില്ല, കമ്മ്യൂണിറ്റി സർവീസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്താണ് ഓർമ്മപ്പെടുത്തിയത്? ഏത് ഭാഗമാണ് എടുത്തത്? ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? പ്രത്യേകിച്ച് CSIക്കാർക്ക് വലുതും ചെറുതും എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, ദീർഘമുള്ളത്, ദീർഘം കുറവുള്ളത്, അങ്ങനെയാണ്. ഇന്ന് ഏതാണ് അച്ഛനെടുത്തത്? നാലാമത്തെ കൽപ്പനയോ? ഓക്കെ, ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാതെ മനസ്സിലാകാത്തായിരിക്കാം ചോദ്യങ്ങൾ. അതുകൊണ്ട് ഞാനിനി അങ്ങനെ ചോദിച്ച് നിങ്ങളെ കൂടുതലായിട്ട് കുഴപ്പത്തിൽ ആക്കുന്നില്ല. ഇന്ന് അച്ഛൻ കൽപ്പനയുടെ സംഗ്രഹമാണ് പറഞ്ഞത് അല്ലേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം എന്നാണ് പറഞ്ഞത്. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം എന്നാണ് പറഞ്ഞത്. ചുരുക്കം എന്ന് പറഞ്ഞാൽ ചുരുക്കം അല്ലാതെ ഉണ്ടെന്നുള്ളതാണ് അല്ലേ? അത് അച്ഛൻ ഇന്ന് എടുത്തില്ല. 10 കൽപ്പന എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള കൽപ്പനകളാണ്. അത് ചുരുക്കി പറഞ്ഞാണ്, അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് ഇന്ന് അച്ഛൻ എടുത്തത്. അതിൻ്റെ അകത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്? കൽപ്പനയുടെ ചുരുക്കം പറയുമ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് വരുന്നുണ്ടാവണം, ഞാൻ അങ്ങനെ ചോദിക്കും. എന്താണ് കൽപ്പനയുടെ സംഗ്രഹം പറഞ്ഞത്? ഇസ്രായേലെ കേൾക്ക, എൻ്റെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. കർത്താവിനെ നീ എന്ത് ചെയ്യണം? പൂർണ്ണാത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തിയോടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇതാകുന്നു 1-ാമത്തെ കൽപ്പന. 2-ാമത്തേത് അതിനോട് സമം, അതായത്
നിന്റെ കൂട്ടുകാരൻ, ഇപ്പം മോൻ പറഞ്ഞു, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കൽപ്പന വായിച്ചു കഴിഞ്ഞപ്പോൾ കായക സംഘക്കാരൻ എന്നാ പറഞ്ഞു? കായക സംഘക്കാരോട് ചേർന്ന് നമ്മളും പറഞ്ഞു. നമ്മൾ ഓർക്കുന്നില്ല കുട്ടിക്ക്, അവർ ഓർക്കുമായിരിക്കും. എന്നാ പറഞ്ഞു നിങ്ങളെ? കർത്താവെ കരുണയുണ്ടായി എന്താണ് ഈ കൽപ്പനയാകാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണം. പ്രാർത്ഥന അല്ലേ? ഒറ്റ പ്രാർത്ഥനയാണ്. നമ്മൾ ചേർന്ന് എന്ത് ചെയ്തു? അവർ പറഞ്ഞു കഴിഞ്ഞ് അതിനൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? അമ്മൻ പറഞ്ഞു അല്ലേ? നമ്മൾ അശ്രദ്ധമായിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു അല്ലേ? എന്ന് ഞാൻ പറയുന്നില്ല, ശ്രദ്ധയോടെ പറഞ്ഞു എന്ന് തന്നെ കരുതട്ടെ. എന്താണ് പറഞ്ഞത്, എന്താണ് നമ്മൾ അവിടെ പ്രതിവാക്യം പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അവിടെ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. കൽപ്പനകൾ എന്ത് ചെയ്തു? കൽപ്പനകൾ വായിക്കപ്പെട്ടിരിക്കുകയാണ്. 1 മുതൽ 10 വരെ അങ്ങനെ തന്നെ വായിച്ചാലും, കൽപ്പനയുടെ സംഗ്രഹം കർത്താവ് പറഞ്ഞ പോലെ പറഞ്ഞാലും, അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ പ്രതിവചനം എന്താണ്? പ്രതിവചനം എന്താണ്? ഈ കൽപ്പനകളെ കാപ്പാൻ എന്ത് ചെയ്യണം? കാപ്പാൻ എന്ന് പറഞ്ഞ അർത്ഥം അനുസരിപ്പാൻ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിന് അനുസരണമുള്ളതാക്കി തീർക്കണമെന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം അല്ലേ? അപ്പോൾ കൽപ്പന നമ്മൾ ഏതാണെന്നൊക്കെ അറിയണമെങ്കിൽ അനുസരിക്കണ ഏത് വേണം? കൽപ്പന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ ഒരു വീടാണെന്ന് കൂട്ടിക്കോ. നമ്മുടെ ഒരു വീട്, CSIക്കാരൊരു വീട്. അവിടെ ഒരു മകൻ, നല്ല പ്രായമുള്ള മകനാണ്, ആരോഗ്യമുള്ള മകനാണ്. അവൻ അപ്പനമ്മ എടുത്തിട്ട് എന്ത് ചെയ്യും? ആടി ഈടി വായിത്തൊന്നെല്ലാം പറയുക. സ്ഥിരീകരണം കഴിഞ്ഞ ആളൊക്കെയാണ്. എന്തായിരിക്കും അവൻ അങ്ങനെ ചെയ്യാൻ കാരണം? എന്തായിരിക്കും അവൻ അങ്ങനെ ചെയ്യാൻ കാരണം? ഏത് കൽപ്പനയാണ് അവൻ അനുസരിക്കാത്തത്? കൽപ്പന ഏതാന്ന് പറ. നിൻ്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പന ആ കൊച്ചെന്ത് ചെയ്തില്ല? പഠിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ അപ്പനും അമ്മയ്ക്ക് എന്ത് ചെയ്യും? അടി കൊടുക്കും, ഇടി കൊടുക്കും, ചീത്ത വർത്താനൊക്കെ പറയും അല്ലേ? വേണേ അവരെ എന്ത് ചെയ്യും? ഉന്തി അവരെ മുറ്റത്തിടും, വേണേ ഒരു ചവിട്ടും കൂടെ കൊടുക്കും. എന്താ കുഴപ്പം? എന്നാ പറ്റിയേ ആ കൊച്ചിന്? അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന കൽപ്പന അറിയത്തില്ല. അപ്പനെ അമ്മയും ബഹുമാനിക്കണം, അതാ പറഞ്ഞു. അതറിയത്തില്ലേ കൊച്ചിന്? അതുകൊണ്ട് അവൻ അപ്പനെ അമ്മയെ ഉപദ്രവിക്കുന്നു അല്ലേ? അറിയാമെന്നെങ്കിൽ ഉപദ്രവിക്കുമോ? ഇല്ല. നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ കൽപ്പന നിങ്ങളത് പഠിച്ചിരിക്കുക അല്ലേ? തെറ്റിക്കുമോ? തെറ്റിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തെറ്റിക്കാതെ പള്ളിക്കാത്തിരി തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ പോരാ. പിന്നെയോ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഒരു പക്ഷേ നമ്മൾ അടിയിടിയും കൊടുക്കത്തില്ലായിരിക്കും. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യില്ല? പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് മാത്രമേ അല്ലേ? അതും എന്താണ്? അതും ബഹുമാനമില്ലായ്മയുടെ സൂചനയാണ് അതും അല്ലേ? ഇടി ഇങ്ങോട്ട് വന്നടി, എനിക്കിപ്പം നേരമില്ല. ഇല്ല, എടാ കടയിൽ പോയി സാധനം മേടിച്ചു, എനിക്കിപ്പം നേരമില്ല, ഞാൻ വാട്സപ്പ് നോക്കി. അനുസരണമാണോ അനുസരണക്കേടാണോ? അതാണ് കൽപ്പനയുടെ അനുസരണത്തിൻ്റെ പ്രാക്ടിക്കൽ വശം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം കൽപ്പന നമ്മൾ പഠിക്കുകയും അതെന്താണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് നമ്മൾ അത് അനുവർത്തിക്കുകയും ചെയ്യണം, അനുസരിക്കുകയും ചെയ്യണം. അവിടെയാണ് ദൈവത്തിന് ഇഷ്ടം. അത് മാഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യും? കല്ലിൽ എഴുതി തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഒക്കെ മനസ്സിലായല്ലോ? അപ്പം ഇന്ന് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഇന്നിവിടെ വന്നേ? വണ്ടി പിടിച്ചോ അല്ലെങ്കിൽ നടന്നോ എന്നല്ല ചോദ്യം. എങ്ങനെയാണ് നിങ്ങളിവിടെ വരാനിടയായത്? അത് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം. നല്ല ഉടുപ്പ്, വെള്ളയുടുപ്പ്, ഒരുക്കത്തോടെ കിളവതിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, അത് യാതൊരു സംശയവുമില്ല അല്ലേ? ഓക്കെ, ഒരുക്കത്തോടെ വന്ന് നല്ല കാര്യം, അതും നല്ലൊരു ഉത്തരമാണ്. എന്നാലും ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ വന്നത്? പ്രാർത്ഥനയോടെ വന്നു കേട്ടോ. നിങ്ങളെക്കാളൊക്കെ മെച്ചമാണിത്. പ്രാർത്ഥനയോടാണ് അവർ വന്നിരിക്കുന്നത്. ഓക്കെ, അതും ശരി ഉത്തരവാണ്. എന്നാലും ചോദ്യം ഇതാണ്, എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്? തിരുമേനി രാവിലെ എളുപ്പകാലത്തിനടുത്ത് മെലിയാവുന്ന എഴുന്നേറ്റ് പോത്തിരിക്കുക, ഞങ്ങളെ കുഴപ്പിക്കാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് അല്ലേ? എങ്ങനെയാണ് വന്നത്? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ സ്ഥിരീകരണത്തിന് ചേരുന്ന പ്രായം എത്രയാണ്? ഇവിടുത്തെ മീൻസ് നമ്മുടെ ഡയസിൽ മിനിമം പ്രായം 14 വയസ്സ്. എനിക്ക് തോന്നുന്നു 14 വയസ്സുള്ളവരാരും ഈ കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. 15 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു.
എന്തുവായിക്കോട്ടെ, 14 കഴിഞ്ഞവരാണ്. ഓക്കെ, 14 വയസ്സ് നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയെടുക്കാം. പ്രായമായിട്ട് സ്നാനപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? മുതിർന്ന സ്നാനമേറ്റവരാരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്, 2 പേരുണ്ട്. ഓക്കെ, ശിശു സ്നാന സംബന്ധമായിട്ടാണ് 14 വയസ്സ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം സ്നാനം സമയത്ത് നിങ്ങളെ കുഞ്ഞായിരുന്നപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളെ ഇവിടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും കൂടെ കൂടി എന്ത് ചെയ്തു? ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഇട ദിവസം എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുപോകുന്നു അല്ലേ? സ്നാനപ്പെടുത്താണ്ട് കൊണ്ടുപോകും. സ്നാനപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തുന്ന അവിടെ സാധാരണ നമ്മൾ ആനവാതിൽ, പ്രധാനപ്പെട്ട വാതിലിന് അവിടെ നമ്മൾ വെച്ച് സ്നാനപ്പെടുത്തുന്നു. സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? കുഞ്ഞുങ്ങൾ, നിങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നു. ആരായി തീർന്നു? ആരായി തീർന്നു? ഓക്കെ, നിങ്ങളെ അന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്താൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നു. ഒരു കുഞ്ഞായിരുന്നു, ലോകപ്രകാരമുള്ള ഒരു കുഞ്ഞായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ദൈവ പൈതലായിട്ട് തീർന്നു. അപ്പോൾ നിങ്ങളെ സ്നാനപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? മശിഹായുടെ ശരീരമാ സഭയിലെ അംഗമായി, ദൈവരാജ്യത്തിന് അവകാശിയായി നിങ്ങൾ ദൈവ പൈതലായിട്ട് എന്ത് ചെയ്തു? തീർന്നു. അതുവരെ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നെങ്കിൽ സ്നാനത്തിലൂടെ നിങ്ങൾ ബപ്തിസ്മയിലൂടെ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു. അതുകൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു കുരിശിൻ്റെ അടയാളം വരച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇനിമേൽ ഇവൾ അല്ലെങ്കിൽ ഇവൻ ക്രൂശിക്കപ്പെട്ട മശിഹായുടെ വിശ്വാസത്തെ ഏറ്റുപറവാൻ ഇവൻ്റെ ജീവിതത്തിൽ ഒരു നാൾ ലജ്ജിക്കരുത് എന്നുള്ള അടയാളമായി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവനിൽ ക്രൂശിൻ്റെ അടയാളം വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ അടയാളം, പ്രത്യേകമായ അടയാളം വിട്ട് നിങ്ങളെ മാറ്റി അല്ലേ? ലോകത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ദൈവപക്ഷത്താക്കി തീർത്തു. ലോകത്തിൻ്റെ പക്ഷത്തായിരുന്നു നിങ്ങളെ ആരാക്കി തീർത്തു? ദൈവപക്ഷത്താക്കി തീർത്തു. അതാണ് സ്നാനത്തിലൂടെ സംഭവിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ദൈവപക്ഷത്തായി തീർന്നപ്പോൾ, ദൈവപക്ഷത്ത് ചുമ്മാ ഒരു മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല, നിൽക്കാനായിട്ട് പറ്റത്തില്ല. അവൻ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവൻ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ദൈവപൈതലായിട്ട് അവൻ നിൽക്കണമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിതം അവൻ നയിക്കണമെങ്കിൽ അവൻ ചില പ്രമാണങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അത് അനുഷ്ഠിക്കാമെന്ന് നിങ്ങൾക്ക് വേണ്ടി ആര് പ്രതിജ്ഞയെടുത്തു? ജ്ഞാന മാതാപിതാക്കന്മാർ പ്രതിജ്ഞയെടുത്തു. അപ്പോൾ അവിടെ നിന്ന് സ്നാനപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ എന്നാ ചെയ്യും? കൊച്ചിനെ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? നിങ്ങൾ പറഞ്ഞേ. അൾത്താരയിലേക്ക് കൊണ്ട് അല്ലേ? അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്യും? കൊച്ചിനെ മേടിക്കും. നിങ്ങളെ 14 വർഷം മുമ്പ് എന്ത് ചെയ്തു? നിങ്ങളെ മേടിച്ചിട്ട് ഈ കർത്തൃമേശയിൽ എന്ത് ചെയ്തു? അവിടെ കൊണ്ടുവന്ന് വെച്ച് എന്ത് ചെയ്തു? നിങ്ങളെ ദൈവസേനയിൽ സമർപ്പിച്ചു. ദൈവമേ, ഈ പൈതൽ എന്നേക്കും അങ്ങേക്കുള്ളവൾ ആയിരിക്കണം, അങ്ങേക്കുള്ളവനായിട്ടിരിക്കണം, കത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ച് നിങ്ങളെ എന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിലേക്ക് തിരികെ തന്നു. ഇന്ന് കുഞ്ഞ അല്ലേ? പേരൻസ് നിങ്ങളെ മേടിച്ചു. സന്തോഷത്തോടെ അവരെന്ത് ചെയ്തു? മേടിച്ചു. പേരൻസുണ്ട്, അപ്പനമ്മയുണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ജ്ഞാനമാതാപിതാക്കന്മാരും ഉണ്ട്. അവർ മേടിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിൽക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ചില കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ കൊച്ചിനെ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ദൈവസേനയിൽ അർപ്പിച്ച് ദൈവ പൈതലിനെ ആക്കി തീർത്തിരിക്കുകയാണ്. ഈ പൈതലിനെ വളർത്താൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ കൈ തന്നുവിടുകയാണ്. ശ്രദ്ധിച്ചാണ്, എല്ലാവരും ശ്രദ്ധിച്ചാണ്. ഈ കൊച്ചിനെ എന്ത് ചെയ്യുകയാണ്? കൊച്ചിനെ വളർത്താൻ വേണ്ടി എന്ത് ചെയ്യാണ്? നിങ്ങളുടെ കൈ തന്നുവിടുകയാണ്. അതുകൊണ്ട് ഈ കൊച്ചിനെ വളരെ സൂക്ഷ്മതയോടെ എന്ത് ചെയ്യണം? വളർത്തണം. ഈ കൊച്ച് യാതൊരു വിധമായ തെറ്റിലും അകപ്പെടാതിരിപ്പാൻ വളരെ സുഹൃത്തുത്തോടെ വളർത്തപ്പെടേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. നിങ്ങളുടെ ജീവിത രീതികൾ കൊണ്ട്, സംസാര രീതി കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് ഈ കൊച്ച് വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. ഒരു ദുസ്വഭാവം നിങ്ങളിൽ നിന്ന് ഈ കൊച്ച് പഠിക്കാനായിട്ട് ഇടയായി തീരരുത്. അതിനുവേണ്ടി നിങ്ങൾ കരുതിക്കൊള്ളണം. തീർച്ചയായിട്ടും കരുതിക്കൊള്ളാം. ഈ കൊച്ചിനെ അനുകരിക്കാൻ കൊള്ളാത്ത യാതൊരു സംഗതികളും എന്ത് ചെയ്യത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല അച്ഛ. പിന്നെ ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. തീർച്ചയായിട്ടും പഠിപ്പിച്ചേക്കാം അച്ഛ. ഈ കൊച്ചിനെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. തീർച്ചയായിട്ടും പഠിപ്പിച്ചേക്കാം. ഈ കൊച്ചിനെ 10 കൽപ്പന എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. തീർച്ചയായിട്ടും 10 കൽപ്പനയും പഠിപ്പിച്ചേക്കാം. പിന്നെ ഈ കൊച്ച് ഒരു വിശ്വാസി, ഒരു ക്രിസ്തു വിശ്വാസി, ഒരു ദൈവ പൈതൽ അറിഞ്ഞ് വിശ്വസിക്കേണ്ടെന്ന സകല സംഗതികൾ എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഉത്സാഹിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, ഇവയെല്ലാം പഠിപ്പിച്ചതിന് ശേഷം
ഈ കൊച്ചിനെ സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. ആ കാര്യം ഏറ്റച്ചാന്ന് പറഞ്ഞു അല്ലേ. എപ്പിസ്കോപ്പാന്ന് ആരാണ്? ബിഷപ്പ്. സ്ഥിരീകരിപ്പാനായിട്ട് എവിടെ എന്ന് കൊണ്ടുചെല്ലണം? ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരണത്തിനായിട്ട് എന്ത് ചെയ്യണം? എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പഠിപ്പിക്കാനും നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കുമോ? തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഉത്സാഹമുള്ളവരായി. അങ്ങനെ 14 വർഷം മുമ്പ് എന്ത് ചെയ്തു? നിങ്ങളെ കൊണ്ട് പോയതാ. 14 വർഷം മുമ്പ് നിങ്ങളെ കൊണ്ട് പോയതാ. ചിലർക്ക് 15 വർഷമായി, ചിലർക്ക് 16ആയി, 17ആയി, 23ആയി, 32ആയി. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു? നിങ്ങളെ കൊണ്ട് പോയതാ. പിന്നെ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ കൊണ്ടുവരുന്നത്. നിങ്ങൾ വന്ന വഴി അറിയാവോ? ഇപ്പം വന്ന വഴി മനസ്സിലായോ? വന്ന വഴി മനസ്സിലായോ? പിടികിട്ടിയോ? നിങ്ങളെങ്ങനെയാണ് ഇവിടെ വന്നേ? കൊച്ചു കരഞ്ഞോട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് അവർ നോക്കിക്കോളും. ഓക്കെ, നിങ്ങൾ വന്നത് മനസ്സിലായോ? നിങ്ങൾ അന്ന് നിങ്ങളെ സ്നാന സമയത്ത് അല്ലേ, സ്നാന സമയത്ത് എടുത്ത പ്രതിജ്ഞകളാണ് അല്ലേ. നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും കൂടെ പ്രതിജ്ഞ ചെയ്തിട്ട് പോയതാണ്. നിങ്ങളെവിടെ എന്ത് ചെയ്തേക്കാം? ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇവിടെ സ്ഥിരീകരിപ്പാട് കൊണ്ടുപോകാം അല്ലേ. ഓക്കെ, നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ചാച്ചനും അമ്മച്ചിയും ഡാഡിയും മമ്മിയൊക്കെ കർത്താവിൻ്റെ പ്രാർത്ഥനകളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം ശരിക്കും കേൾക്കണം. നിങ്ങളുടെ അപ്പനമ്മമാർ നിങ്ങളെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വിശ്വാസ പ്രമാണം പഠിപ്പിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ഒരാഴ്ചയിൽ എത്ര ദിവസം, എത്ര തവണ ചൊല്ലും? ഒരാഴ്ചയിൽ എത്ര തവണ ചൊല്ലും എന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയിട്ട് കേൾക്കണം, ഉത്തരം ക്ലിയർ ആയിരിക്കണം. കേട്ടോ? കാർന്നന്മാർ കേട്ടല്ലോ. അവർക്കറിയത്തില്ല അവർ ചൊല്ലുന്നുണ്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പിള്ളേർ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പഠിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാമെന്നാ നിങ്ങൾ ഏറ്റിട്ട് പോയത് അല്ലേ. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർ കൈവക്കിക്കേ. മാതാപിതാക്കന്മാർ ഓക്കെ, പുറത്തിരിക്കുന്നവരാണ്ടോ അറിയത്തില്ല, കുറച്ച് പേരുണ്ട്. പിന്നെ ജ്ഞാനമാതാപിതാക്കന്മാരെന്ന് കൈവക്കിക്കേ. ഓക്കെ, കുറഞ്ഞത് ഇവിടെ എത്ര പേര് കാണണം? 18 പിള്ളേർക്ക് എത്ര മാതാപിതാക്കന്മാരുണ്ട്? റഫായിട്ട് പറഞ്ഞാൽ 18 പിള്ളേർക്ക് എത്ര മാതാപിതാക്കന്മാർ? സാധാരണ രീതി പറഞ്ഞാൽ 36. ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പിള്ളേരാണെങ്കിൽ ഇച്ചിരി വ്യത്യാസം വന്നേക്കാം. 36 അല്ലേ. 36 മാതാപിതാക്കന്മാരും ഒരാൾക്ക് എത്ര ജ്ഞാനപിതാക്കന്മാരാ? 3. എത്ര പേര് ഇവിടെ കാണണം? എത്ര പേര് കൈപ്പൊക്കി അല്ലേ. നമ്മളിതിനെ എന്തുമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. നമ്മുടെ പിള്ളേർ വചനം അറിയത്തില്ലാത്തവരും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കുന്നവരായിട്ട് സാക്ഷ്യമില്ലാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ, നമുക്ക് അനുഗ്രഹം കുറഞ്ഞു പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ മക്കളെ നമ്മൾ ദൈവവചനത്തിൽ അനുസരിച്ച് നടപ്പാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുന്നില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന പിള്ളേരെ പഠിപ്പിക്കാൻ ട്യൂഷൻ എടുക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് അവർ പഠിക്കുന്നത്? നമ്മൾ അവരെ ചൊല്ലി പഠിപ്പിക്കുന്ന, ഏറ്റവും ചെറുപ്പത്തിൽ അവരെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന ഏതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. അവർ അപ്പ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ അവർ പഠിക്കേണ്ട പ്രാർത്ഥനയാണ് ഇത്. അതിന് സിരണ ക്ലാസ്സിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അച്ഛൻ പഠിപ്പിക്കേണ്ടതില്ല, സൺഡേ സ്കൂളിൽ പോകേണ്ടതില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിന് നമ്മുടെ ശുശ്രൂഷരേക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഒരാളോട് ചോദ്യം ചോദിച്ചു, കർത്താവിൻ്റെ പ്രാർത്ഥന. പല ചോദ്യം ചോദിച്ചു. അവസാനം ഒരു ചോദ്യങ്ങൾ ചോദിച്ചാക്കെന്ന് വിചാരിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലിപ്പം 3 തവണ ചൊല്ലിയപ്പോഴാണ് ശരിയായത്. എന്തിനു വന്നേക്കുന്ന ആളാ? ശുശ്രൂഷയ്ക്ക് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന എപ്പോഴാണ് പഠിക്കുന്നത്? 3 വയസ്സുള്ളപ്പോൾ പഠിക്കേണ്ടത്. 3 വയസ്സുള്ളപ്പോൾ. ആരാണ് കുഴപ്പക്കാർ? ആ കൊച്ചോ അതോ നമ്മളോ? ചിന്തിക്കണം. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ
സമൂഹത്തിൽ പലവിധമായ തിന്മകൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ വീടുകളിലും തിന്മകൾ വർദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, അവരെന്ത് ചെയ്തു പോയി? ഒരു പ്രമാണം അവരുടെ മനസ്സിലില്ല. അനുസരിക്കേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് അവർക്ക് അറിയത്തില്ല. ഉത്തരവാദികൾ നമ്മളാണ്. നമ്മളെന്ത് ചെയ്തു? നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തില്ല. അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തില്ല. ഒരു സ്ത്രീയുടെ ക്ലാസ്സിൽ ഇങ്ങനെ ചോദിച്ചു, കർത്താവിൻ്റെ പ്രാർത്ഥന എത്ര? ഇപ്പം ചോദ്യത്തിന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു, ഞാൻ 15 തവണ ചൊല്ലും. ഇപ്പോൾ 15 തവണ എങ്ങനെ ചൊല്ലുന്നത്? എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലും 7, 7, 14. പള്ളി വരുമ്പോൾ ഒന്ന് ചൊല്ലും 15. 15 തവണ ചൊല്ലും. പിന്നെ പറയാത്ത പറഞ്ഞു, ഞങ്ങൾ 7 തവണ ചൊല്ലും, 5 തവണ ചൊല്ലും. ഒരു കൊച്ചു മാത്രം പറഞ്ഞു 1 തവണ ചൊല്ലത്തുള്ളൂ. ഒരു കൊച്ചു പറഞ്ഞ് സത്യസന്ധമായിട്ട് അവർ പറഞ്ഞു ഒരു തവണ ചൊല്ലത്തുള്ളൂ. അപ്പോൾ എനിക്ക് കൊച്ചിനോട് താല്പര്യം തോന്നി. ഞാൻ ചോദിച്ചു, മോനെ എപ്പോഴാണ് ചൊല്ലുന്നത്? അന്നേരം പള്ളിയിൽ വരുമ്പോഴാണ്, പള്ളി ആരാധനയ്ക്ക് വരുമ്പോഴാണ് ചൊല്ലുന്നത്. സത്യമാണ്. എന്ത് ചെയ്താൽ കൊച്ചു പറഞ്ഞു. വീട്ടിലെന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ അർത്ഥം എന്താ? വീട്ടിലെന്ത് ചെയ്തില്ല? വീട്ടിൽ ആ പ്രാർത്ഥന ഇല്ല. കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്ന പരിപാടി വീട്ടിൽ നിന്ന് എന്തേ? കാരണന്മാരും മരിച്ചപ്പോൾ വലിപ്പന്മാരും മരിച്ചു പോയപ്പോൾ പോയി. ഓർത്തോണം, അധപ്പതനത്തിൻ്റെ ഒന്നാമത്തെ ചവിട്ടുകൂടി അവിടെ ഇറങ്ങാൻ നമ്മൾ തുടങ്ങും. ആ കൊച്ചു പറഞ്ഞ് എത്രയോ സത്യമാണ്. അവൻ കേട്ടിട്ടില്ല. വീട്ടിൽ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചു. ആ കൂട്ടത്തിൽ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞങ്ങളുടെ മൂന്നോ നാലോ പിള്ളേർ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. രാവിലെ വൈകുന്നേരം പ്രാർത്ഥന എന്ന് പറയുന്ന പരിപാടി ഞങ്ങളുടെ വീട്ടിലില്ല. പിന്നെ എങ്ങനെയാ? ചില വീട്ടിൽ എന്ത് ചെയ്യുന്നു? കാരണന്മാർ അവിടെ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു, പോകുന്നു. മൃഗതുല്യ ജീവിതം. തലമുറ നന്നാകുമോ? നന്നാകാൻ പാടില്ല. കാരണം അങ്ങനെയല്ല ബ്ലെസ്സിങ്, അങ്ങനെയല്ല വരുന്നത്. ദൈവമായുള്ള ബന്ധത്തിലാണ് അനുഗ്രഹങ്ങൾ വരുന്നത്. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരും നിങ്ങൾ പ്രായമാകുമ്പോൾ മാതാപിതാക്കന്മാരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ പ്രാർത്ഥനയും 10 കൽപ്പനകളും വിശ്വാസ പ്രമാണവും പഠിപ്പിക്കേണ്ട, വേദോത്സവം വായിച്ച് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഒന്നാമത്തെ ഉത്തരവാദിത്തം അത് മാതാപിതാക്കന്മാർക്കാണ്. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർക്കാണ്. സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ പിന്നീട് വരുന്നതേ ഉള്ളൂ. നമ്മൾ മറന്നു പോകാൻ. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഇവരനുസരിക്കേണ്ട കൽപ്പനകൾ എന്ത് ചെയ്യണം? അവർ മനസ്സിലാക്കിയിരിക്കണം. വിശ്വസിക്കുന്ന എന്താണെന്ന് എന്ത് ചെയ്യണം? അവർ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ സീസക്കാർക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞ ഇതാണ്. ഈ കൽപ്പനകളും പ്രമാണങ്ങളും അവർ എത്ര വയസ്സാകുമ്പോഴാണ് പഠിക്കുന്നത്? എത്ര വയസ്സാകുമ്പോഴാണ് പഠിക്കുന്നത്? സ്ഥിരീകരണ ക്ലാസ്സിലാണ് പഠിക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ. അതിനു മുമ്പ് അവരെന്ത് പഠിച്ചിരിക്കും? എന്തെല്ലാം പഠിച്ചിരിക്കും? പറഞ്ഞേ. അതല്ല ഞാൻ വെച്ചാൽ, അതിനു മുമ്പ് അവരെന്തെല്ലാം പ്രമാണങ്ങളാണ് പഠിക്കുന്നത് അല്ലേ? അവർ ആയി പഠിക്കും അല്ലേ? അവർ കൂട്ടി വായിക്കാൻ പഠിക്കും അല്ലേ? കാക്ക കൂടെ ഇവിടെ നിന്ന് അവർ പഠിക്കും. പിന്നെ എന്നാ പഠിക്കും? ഇപ്പം എന്നാ പഠിക്കും? ഇപ്പം എന്നായിരുന്നു പഠിക്കുന്ന പിള്ളേരെ? കേട്ടില്ല? കേട്ടില്ല? ശരിക്കും തെളിച്ച് പറഞ്ഞാലിരിക്കും മനസ്സിലാകത്തു. അങ്ങനെ കുഴപ്പമുണ്ട്. കാർട്ടൂൺ. ഇപ്പോൾ പിള്ളേർക്ക് കാർട്ടൂൺ അറിയാം അല്ലേ? പേരൻസ് അറിയത്തില്ലാത്ത എല്ലാ ട്രിക്കുകളും മൊബൈലിൽ അവർക്കറിയാം അല്ലേ? അവർക്ക് അത് മതി. എന്തിനു മുമ്പ് അവരുടെ ജീവിതത്തിൽ ആയുസ്സിൻ നാൾ മുഴുവനും അനുഷ്ഠിക്കേണ്ട പ്രമാണങ്ങൾ, അവരുടെ നിത്യജീവനെ ബാധിക്കുന്നതായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഇവരെന്ത് പഠിച്ചിരിക്കുന്നു? കാർട്ടൂൺ പഠിച്ചിരിക്കുന്നു. അതായത് സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഈ വെള്ളക്കടലാസിന് തുല്യമാണ്. അവിടെ ഒന്നുമേ ഇല്ല. അവർ ജനിച്ചു വീഴുമ്പോൾ ഇങ്ങനെ നല്ലൊരു വെള്ളത്തുണി പോലെയാണ് അവരുടെ മനസ്സിരിക്കുന്നത്. വെള്ളക്കടലാസ് പോലെ എന്താണോ കേൾക്കുന്നത് അന്നേരം ഇവരുടെ മനസ്സിൽ ഇതങ്ങ് പതിയും. കാരണം വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ ഈ പണ്ടത്തെ മഷിവെപ്പുന്ന കടലാസ് പോലെയുള്ള ഒരു പേപ്പറാണ് അവരുടെ മനസ്സ്. ആദ്യം കാർട്ടൂണെല്ലാം ഇവരുടെ മനസ്സിൽ പഠിച്ചാൽ എന്ത് ചെയ്യും? അതെല്ലാം കഴിയുമ്പോഴായിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നത്? കർത്താവിൻ്റെ പ്രാർത്ഥനയും 10 കൽപ്പനയും വരുന്നല്ലേ. അതിനേക്കാൾ ഇഷ്ടം അവർക്ക് ആദ്യമേ ഏതിനോടായിപ്പോയി? കാർട്ടൂണാണ്. പിന്നെ എത്രയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്തില്ല? ഇവരുടെ മനസ്സിൽ എന്ത് ചെയ്തില്ല? ഈ വചനങ്ങളും പ്രമാണങ്ങളും കയറത്തില്ല. അത് ഭയങ്കര പാടാണ്. അപ്പം ആദ്യമേ തന്നെ എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളിൽ ഈ അടിസ്ഥാന പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ പൈതലാണ് ഞാനിന്ന് ആദ്യ കൊച്ചിനെ പഠിപ്പിക്കുക അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, കുഞ്ഞുങ്ങൾ അടുത്ത അമ്മമാരുടെ കയ്യിലിരിക്കുമ്പോൾ പപ്പ വരുമ്പോൾ എന്ത് ചെയ്യും? കൊച്ചിനോട് എന്നാ പറയും? ചൂണ്ടിക്കാണിച്ചിട്ട് എന്നാ പറയും? മോനെ ആരാ? പപ്പ എന്ന് പറയും, അല്ലെ ഡാഡി എന്ന് പറയും അല്ലേ, അല്ലെ അപ്പൻ എന്ന് പറയും അല്ലേ. അങ്ങനെയാണ് കൊച്ചെന്ത് ചെയ്യുന്നത്?
ആ മുഖം പാവം എല്ലാം എന്ത് ചെയ്യുന്നു, കൊച്ച് അന്നേരം തന്നെ അവൻ്റെ മനസ്സിലായി. ആ ശബ്ദം എന്ത് ചെയ്താലും തിരിച്ചു പറയാൻ അറിയത്തില്ലെങ്കിലും അത് അവന് മനസ്സിലായി. പിന്നെ ആ ആൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ കൊച്ചെന്ത് ചെയ്യും, ആ ഒരു ചിരിയൊക്കെ കാണിക്കും അല്ലേ. കാരണം എന്താ, ഈ ആളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ എന്ത് ചെയ്ത് ഈ കൊച്ചിൻ്റെ മനസ്സിൽ പതിപ്പിച്ചു അമ്മ. അതുപോലെ തന്നെയാണ് പ്രമാണങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും ചെറുപ്പത്തിൽ അത് പഠിപ്പിക്കണം. കാരണം പണ്ട് നമ്മുടെ അമ്മച്ചിമാരുടെ കയ്യിൽ എന്തില്ലായിരുന്നു, മൊബൈൽ ഇല്ലാഞ്ഞുകൊണ്ട് അവർക്ക് അന്നും നമുക്ക് മൊബൈൽ കിട്ടിയില്ല. എൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് മൊബൈൽ കിട്ടിയില്ല. കാർട്ടൂൺ അന്നും അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. ആകെ മൊത്തം അമ്മച്ചിമാർക്ക് അറിയാവുന്ന കാർട്ടൂണും കഥയൊക്കെ ഏതാണ്? ബാലരമയിലെ ഏതെങ്കിലും കഥ അറിയാമോ അവർക്ക്? അറിയാമോ നമ്മുടെ അമ്മച്ചിമാർക്ക്? എൻ്റെ അത്രയും പ്രായമുള്ള അമ്മച്ചിമാർക്ക് ബാലരമ വായിച്ചാണ് അവർ നമ്മളെ വളർത്തിയത്. അവർക്ക് ആകെ മൊത്തം അറിയാവുന്ന എന്താണ്? രണ്ടൂന്ന് ഉണർകാനം അറിയാം അല്ലേ. പിന്നെ എന്നാ പറയും, ദൈവത്തിൻ്റെ പൈതലെന്ന പാട്ട് നമുക്ക് പാടിത്തരും അല്ലേ. പിന്നെ യേശുവിൻ്റെ ബൈബിളിലെ കഥയൊക്കെ പറയല്ലേ, അത് അവർക്ക് അറിയത്തുള്ളൂ. ഇന്ന് നമുക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കും. പിള്ളേരെങ്ങനെ ചെയ്യുന്നു, പിള്ളേർ തലതിരിഞ്ഞ് പോവുകയും ചെയ്യും അല്ലേ. അത് പറഞ്ഞ് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇത് പഠിപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എപ്പിസ്കോപ്പയുടെയൊക്കെ കൊണ്ടുവരില്ല അല്ലേ. അങ്ങനെ നിങ്ങൾ വന്നിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ അച്ഛനും മുമ്പേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അത് പൊതുവായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഞാനിപ്പോൾ ചോദിച്ചത്. നമ്മളെങ്ങനെയാണ് ഇവിടെ നിങ്ങളിവിടെ വന്നത്, എന്തിനു വേണ്ടി എന്ന് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് നിങ്ങളുടെ പേർക്ക് നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാരും മാതാപിതാക്കന്മാരും ചില തീരുമാനങ്ങളെടുത്തു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രസകരമായിട്ടും പറയാം, രസകരമായിട്ടില്ല ഞാൻ പറയാം. അന്ന് അവർ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യത്തില്ല, ഈ മാതാപിതാക്കന്മാരുടെ കൂട്ടത്തിൽ മദ്യപാനികൾ കാണും, ബീഡി വലിക്കുന്നവർ കാണും, കഞ്ചാവ് വലിക്കുന്നവർ കാണും, ഒക്കെ കാണുമായിരിക്കും അല്ലേ. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്. അവർ പറഞ്ഞു, എന്ത് ഈ കൊച്ചിനെ അനുകരിക്കാൻ കൊള്ളാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നു, കൊച്ചിന് മുമ്പിൽ ചെയ്യരുത്. അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞു, ഈ കൊച്ചിന് മുമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ ചീത്ത വർത്താനം പറയത്തില്ല, ഞങ്ങൾ വഴക്ക് ഉണ്ടാക്കത്തില്ല, ഞങ്ങൾ ലഹരി വസ്തുക്കൾ എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അന്ന് എന്ത് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടി, ഈ കൊച്ച് നന്നാകാൻ വേണ്ടി, ഈ കൊച്ചിന് നല്ല മാതൃകയായിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഞങ്ങളെ കൊണ്ട് പോയി 14 വർഷം മുമ്പ്. ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എന്താ വന്നേ, ഇന്ന് എന്താ നിങ്ങൾ ആയിത്തീരുന്നത്? അന്ന് നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ എടുത്തു. ഇപ്പം അച്ഛൻ പ്രാരംഭത്തിൽ അത് പറഞ്ഞു അല്ലേ. നിങ്ങളിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബപ്തിസ്മയെങ്കിൽ നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ സ്വയമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. സ്വയമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ച കാര്യങ്ങൾ എന്ത് സ്വയമായിട്ട് ഏറ്റെടുക്കുക. ഓക്കെ, അതുകൊണ്ട് എന്നല്ല നിങ്ങൾ ഏറ്റെടുക്കുന്നത്, എന്തെല്ലാമെന്നറിയാമോ? ചുരുക്കമായിട്ട് വളരെ വേഗത്തിൽ ഞാൻ പറയാം. നിങ്ങൾ ഒരു കാര്യം പറയുന്നത് ഇതാണ്, ഞങ്ങളെല്ലാ വിശുദ്ധ ദിവസങ്ങളും എന്ത് ചെയ്യും, പള്ളിയിൽ വരും. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യും, വേദോസം വായിക്കും. ഓക്കെ, വേദോസം എല്ലാ ദിവസവും വായിക്കുന്നവർ കൈവയ്ക്കേ, എല്ലാ ദിവസവും വേദോസം വായിക്കും. ഓക്കെ, 4 3 7 പേര്. ഓക്കെ, 18 പേരിൽ 7 പേര്, 11 പേര് എന്ത് ചെയ്യുന്നില്ല, വേദോസം എല്ലാ ദിവസവും വായിക്കുന്നില്ല. പക്ഷേ നിങ്ങളിന്നിവിടെ തീരുമാനം എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ എല്ലാ ദിവസവും വേദോസം വായിക്കും. ഇതുവരെ വായിക്കാതിരിക്കുന്നെല്ലാം എന്ത് ചെയ്യുന്നു, ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും വേദോസം വായിക്കണം. എല്ലാ ഞായറാഴ്ചകളും ദേവാലയത്തിൽ പോകും, വിശുദ്ധ ആലയത്തിൽ നിങ്ങൾ വരും. എവിടെയാണോ നിങ്ങൾ ആ സഭാംഗത്തുള്ളത് അവിടെ പോയി എന്ത് ചെയ്യണം, നിങ്ങൾ ആരാധനയ്ക്ക് കൂടാം എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സർവീസ് ഉള്ളപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ കമ്മ്യൂണിൻ കൂടും എന്ന് തീരുമാനം എടുത്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയണം അതിന് ഉത്തരം. പിന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപേക്ഷിക്കുന്നു. മുമ്പേ പറഞ്ഞ നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച കാര്യങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. ലോകത്തിൻ്റെ ജഡത്തിൻ്റെ എല്ലാവിധമായ ഇമ്പങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഉപേക്ഷിക്കും. അതിൽ ഉപേക്ഷിച്ച് അങ്ങയിൽ ഉള്ള വിശ്വാസം സ്വീകരിച്ച് ഞങ്ങളും നിങ്ങളുടെ മക്കളായിട്ട് ജീവിക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് കേട്ടോ. അത് നമ്മുടെ സ്വന്തമായ പരിശ്രമത്താൽ സാധ്യമല്ല. കാരണം ദൈവികമായുള്ള കാര്യങ്ങളായതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായമില്ലാതെ എന്ത് ചെയ്യത്തില്ല, നമുക്കത് സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ, സഭയുടെ ഒരു പാരമ്പര്യമാണ് അത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളെ അതിനുവേണ്ടി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവവുമായുള്ള ബന്ധം എന്തുമാത്രം നിലനിർത്തുന്നു അത്രമാത്രം എന്ത് ചെയ്യും, ദൈവം നിങ്ങളെ അത്ഭുതമായി വഴി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. നമ്മൾ ഏത് പള്ളിക്കാരാ? ഏത് പള്ളിക്കാരാ? CSI പള്ളിക്കാർ. CSI എന്ന് പറഞ്ഞാൽ എന്താ?
ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. CSI സഭ എത്ര വർഷമായി ഉണ്ടായി, അല്ലെങ്കിൽ ഏത് വർഷമാണ് ഉണ്ടായത്? 1947. 1947 മുമ്പ് ഏതായിരുന്നു നമ്മുടെ പള്ളി? നമ്മൾ ഏത് പള്ളിക്കാരായിരുന്നു? '47 മുമ്പ് ഏത് പള്ളിക്കാരാണ്? നമ്മളിപ്പം മേലുകാവ് അല്ലെങ്കിൽ ഇരുമാപ്പുറ അല്ലെങ്കിൽ ഇവിടെ ഉള്ള പള്ളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പള്ളിയൊക്കെ 150 വർഷത്തിന് മുമ്പാണ് ഉണ്ടായത്. ചില പള്ളിയൊക്കെ 175 വർഷമായി അല്ലേ? അങ്ങനെയാണെങ്കിൽ അന്ന് ഏത് പള്ളിയായിരുന്നു നമ്മൾ? ഓക്കെ, ഇനിയും സമയം കളയണ്ട. സീമസ് അല്ലേ? സീമസ് എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് മിഷൻ സൊസൈറ്റി. ചർച്ച് മിഷൻ സൊസൈറ്റി. ഓക്കെ. CSI സഭ എന്ന് പറഞ്ഞാൽ എന്നാ സഭയാണ്? ഓക്കെ, വേറെ രീതി ചോദിക്കുക. CSI സഭയും മറ്റ് സഭകളും നമ്മൾ വ്യത്യാസം ഉണ്ടാകും. CSI സഭയും മറ്റ് സഭകളും നമ്മൾ വ്യത്യാസം. മറ്റു ഒരു 5-6 സഭയുടെ പേരെന്ന് പറഞ്ഞേ, CSI അല്ലാത്ത പറഞ്ഞേ. ഉറക്കെ പറയുന്നേ. എന്ന ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് നമ്മൾ ചോദിച്ച ഉത്തരം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കാര്യം ചെന്ന് ചോദിക്കാൻ നമ്മൾ മിണ്ടാണ്ടിരുന്ന തന്നെയും പൊക്കോളം പറയും. ഒരിടത്ത് നമുക്ക് സ്ഥാനം കിട്ടത്തില്ല. അത് വളരെ പ്രധാനം. പിള്ളേർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ചോദ്യത്തിന് എന്ത് ചെയ്യണം? നല്ല മിടുക്കന്മാരായിട്ട് മിടുക്കികളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചോദിച്ച ഇൻ്റർവ്യൂ നമ്മൾ അപ്പിയർ ചെയ്യണം. നമ്മുടെ വേഷം, നമ്മുടെ രീതികൾ, നമ്മുടെ ഇടപെടലുകൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യണം? അവർക്കൊരു ഇമ്പ്രഷൻ തോന്നണം. ആ രീതിയിൽ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് പോകാവുള്ളൂ. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാവും. ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം. ഏതിനാണ് നമ്മൾ പോയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ മേഖലകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അവിടെ പോകുന്നതിന് മുമ്പ് ചോദ്യം എന്ത് ചെയ്യണം? അതിന് കൃത്യമായിട്ടും ഉത്തരം, തെറ്റാണെങ്കിലും ശരിയാണ് എന്ത് ചെയ്യണം? ഉത്തരം പറഞ്ഞിരിക്കണം. മിണ്ടാതിരുന്നാൽ അവർക്ക്, മിണ്ടാതിരിക്കുന്നവർക്കും അലസന്മാർക്കും മടിയന്മാർക്കും ഉള്ളതല്ല ഇന്നത്തെ ലോകം. മിടുക്കന്മാർക്കും മിടികൾക്കും ഉള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? എല്ലാവരും തഴയപ്പെടും. ഇവിടെയല്ല എവിടെയാണെങ്കിലും. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. 2 സംഗതികളാണ് വന്നിട്ട് ഉത്തരം പറയുന്നത്. ഒന്ന് അവർ അശ്രദ്ധമായിട്ടിരിക്കുന്നതാണ്, ഒന്ന് അവർക്ക് അറിയത്തില്ലെന്നുള്ളതാണ്. 2 ഫലം ഒന്ന് തന്നെയാണ്, ഔട്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇവിടെ വന്ന് മുട്ടുകുത്താൻ കാണും? പുറത്തേ ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിച്ചു, നിങ്ങൾ ജോലി കിട്ടുന്നതാണ്. ആ ലെവലെത്തിയില്ലേ നിങ്ങൾ? എത്ര പേര് ലെവലെത്തും? ഇന്നത്തെ ചോദ്യത്തിൽ എത്തും അല്ലേ? ഇന്നിത് പഠിച്ചില്ല നിങ്ങൾ പിന്നെ ഒരിക്കലും എന്ത് ചെയ്തില്ല? പഠിക്കത്തില്ല. നിങ്ങൾ പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവർ അച്ഛന്മാരാകണം, അല്ലെങ്കിൽ ഉപദേശന്മാരാകണം, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകരെങ്കിലും മിനിമം ആകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതും സ്ത്രീകളുടെ പാഠം എടുക്കുന്ന പിള്ളേരായാൽ മാത്രമേ ഇത് നിങ്ങൾ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? നിങ്ങൾ പഠിക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഏതാ 5-6 സഭയുടെ പേര് പറഞ്ഞേ? യാക്കോബ, മാർത്തോമ, യാക്കോബ പറഞ്ഞു. കത്തോലിക് ഉറക്കം പറയുന്നു, കേൾക്കട്ടെ. കാത്തലിക് ചർച്ച്, സുറിയാനി. എല്ലാ സഭകളിലും എന്തുണ്ട്? സുറിയാനി ചേർത്ത് വരുന്നുണ്ട്. ഓക്കെ, കൽദായ സുറിയാനി അല്ലേ? വേറെ ഏതാ? പെന്തക്കോസ്ത്. ഓക്കെ, അത്യാവശ്യം മതി. നമ്മൾ വഴി നടക്കുമ്പോൾ എന്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കണ്ണെന്ത് ചെയ്യണം? തുറന്നിരിക്കണം. കാതും എന്ത് ചെയ്യണം? തുറന്നിരിക്കണം അല്ലേ? നിങ്ങളിതിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം പള്ളികളാണ് അല്ലേ? എണ്ണിക്കൂടാതെ വേണം പള്ളികളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ പറഞ്ഞു, അവിടെ മൊത്തം എല്ലാം കൂടെ 18 പള്ളികളാണ്. ഇട്ടയാളം വട്ടത്തിൽ 18 പള്ളിയുണ്ട്. അപ്പോൾ ഈ പള്ളി CSIയും തമ്മിലുള്ള വ്യത്യാസം, പള്ളിയല്ല സഭകളും CSI ആയിട്ട് വ്യത്യാസം. പറഞ്ഞു കേട്ടില്ല? ഉറക്കെ പറഞ്ഞു. തെറ്റാണെങ്കിൽ ശരിയാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, എല്ലാ ആൾക്കാർക്കും കൂടാമെന്ന് പറഞ്ഞാണ് ഒരാൾ പറഞ്ഞ്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. എളുപ്പം ഞാൻ പറയാം. CSI സഭയെന്ന് പറയുന്നത് ഒരു ഐക്യസഭയാണ്. എന്നാ സഭയാണ്? ഐക്യസഭയാണ്.
അല്ലെങ്കിൽ ഒന്നായി തീർന്ന സഭയാണ്. അതാണ് കുറെ കൂടെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പം. CSI സഭ ഒന്നായി തീർന്ന ഒരു ഐക്യ സഭയാണ്. എന്നാ സഭയാണ്? CSI സഭ ഒന്നായി തീർന്ന ഒരു ഐക്യസഭ. ഒന്നായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നല്ലായിരുന്നു എന്നർത്ഥം. പലതായിരുന്നു ഒന്നായി തീർന്നു. പല പാരമ്പര്യങ്ങളിൽ നിന്ന് ഒന്നായി തീർന്നു അല്ലേ? ഏതെല്ലാം പാരമ്പര്യങ്ങളാണ് വന്നത്? ആംഗ്ലിക്കൻ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ് അല്ലേ? മെത്തഡിസ്റ്റ്, കോൺഗ്രിഗേഷൻ, പ്രെസ്ബിറ്റേറിയൻ, എപ്പിസ്കോപ്പൽ. ഇത്രയും സഭാ പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് എന്തുണ്ടായത്? CSI എന്ന ഐക്യസഭ ഉണ്ടായതാണ് ഐക്യസഭ എന്ന് പറയുന്നത്. മറ്റുള്ള സഭകൾ എങ്ങനെ ഉണ്ടായതല്ല, മറ്റുള്ള സഭകൾ ഐക്യപ്പെട്ടതല്ല. കാത്തലിക് കാത്തലിക് ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ അല്ലേ? യാക്കോബായത്ത് എന്ന് പറഞ്ഞാൽ യാക്കോബിക് സിറിയൻ ആൾക്കാർ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. പിന്നെ മാർത്തമ സിറിയൻ എന്ന് പറഞ്ഞാലോ മാർത്തമ സിറിയൻ ആൾക്കാർ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. കനാനായ എന്ന് പറഞ്ഞാലോ 100% കനാനക്കാർ മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. അപ്പം അതാണോ? അതെല്ലാം ഒറ്റ സഭകളാണ്. നമ്മുടെ സഭയോ ഒന്നായി തീർന്ന സഭയാണ്. ഈ പറഞ്ഞ എല്ലാ സഭകളിലുള്ള ആൾക്കാർ എവിടെയുണ്ട്? പാരമ്പര്യത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഈ സഭയിലുണ്ട് അല്ലേ? നമ്മുടെ സഭയിൽ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളുള്ളവരുണ്ട്, ആൺ പെണ്ണുണ്ട്, വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുണ്ട്, വ്യത്യസ്തമായ ഭാഷകളുള്ളവരുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരും ചേർന്നാണ് ഏത് സഭ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവർക്കും അംഗത്വമുള്ളതാണ് ഏത് സഭ? CSI സഭ. ലോകത്തിൽ മറ്റൊരു സഭയ്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല സഭ ഏത് സഭയാണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭ ഏത് സഭയാണ്? CSI സഭ, നമ്മുടെ സഭയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ CSI സഭ ഒന്നായി തീർന്ന സഭയാണ്. ഏത് സഭയാണ്? ഒന്നായി തീർന്ന സഭ. മറ്റുള്ള സഭകൾ ഒറ്റ സഭകളാണെങ്കിൽ CSI ഒന്നായി തീർന്ന സഭയാണ്. ഓക്കെ, ഇതുപോലെ വേറൊരു യൂണിയൻ ചർച്ച് ഉണ്ട്. അതേതാ? CSI സഭ ഏതെല്ലാം സ്റ്റേറ്റിലുണ്ട്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന അല്ലേ? ഇന്ത്യയിൽ അത്രയും സ്റ്റേറ്റുകളുണ്ട് അല്ലേ? തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്, അതായത് സൗത്ത് ഇന്ത്യ എന്ന് പറയും. വടക്കോട്ടുള്ളത് എങ്ങനെ അറിയപ്പെടുന്നത്? നോർത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയും. ഓക്കെ, സക്രമെന്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 2. ഏതെല്ലാം? ബപ്തിസ്മയും കർത്താവിൻ്റെ താഴ്. ഓക്കെ, മുറകൾ എത്രയുണ്ട്? ഏതെല്ലാം? കൂട്ടുകാരുള്ള മുറയും ദൈവത്തോടുള്ള മുറയും. ഓക്കെ, വിശ്വാസ പ്രമാണം എത്രയുണ്ട്? 3. ഏതെല്ലാം? ഓക്കെ, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ വാക്യത്തിലേക്ക് തിരികെ വരട്ടെ. വാക്യം ഒന്ന് പറഞ്ഞ് പുസ്തകത്തിൽ നോക്കാതെ പറഞ്ഞേ. നോക്കാതെ പറഞ്ഞേ. അതെ, ഇനി നമുക്ക് ഈ പിള്ളേരെ നേരത്തെ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ ഉത്തരം പറയുന്നതിനെ മാത്രം എടുക്കുകയും ബാക്കിയുള്ളവരെ അടുത്ത ബാച്ചിലേക്ക് വിടുകയും ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ എന്ത് ചെയ്യും? അർത്ഥവത്തായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾക്ക് അത് ഇവിടെ എന്ന് പറഞ്ഞാൽ പല പള്ളികളിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് കിട്ടിയ പഠിപ്പീര് അതനുസരിച്ചായിരിക്കും. എങ്കിലും പേരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത് എവിടെ തന്നെയാണ്? വീടുകളിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. വീടുകളിലുള്ള ദൈവഭക്തി കുറയുമ്പോൾ, പ്രാർത്ഥന, പാട്ട് കുറയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളുടെയും ആത്മീയ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകമായി അതിനെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നു. സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുടർന്ന് സൺഡേ സ്കൂളിൽ നിങ്ങൾ പോകണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കട്ടെ. സീനിയർ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നമ്മുടെ പല സൺഡേ സ്കൂളിലും ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം. ഏതാണ്ട് 2 വർഷം മുമ്പ് പോപ്പ് ഫ്രാൻസിസ് കേട്ടിട്ടുണ്ടോ? ആരാ പോപ്പ് ഫ്രാൻസിസ്? പോപ്പ് ഫ്രാൻസിസ് ആരാണ്? പറഞ്ഞേ, അറിയാമെന്ന് പറഞ്ഞാൽ മതി. കത്തോലിക്കക്കാരുടെ ബിഷപ്പ്. ഓക്കെ, വേറെ ഉത്തരവുണ്ടോ?
ഇവിടെയാ ചോദ്യം. ഓക്കെ, കത്തോലിക്കരാരും എന്ത് ചെയ്യണ്ട, കേൾക്കണ്ട അല്ലേ? കത്തോലിക്കാരുടെ ബിഷപ്പല്ല, കത്തോലിക്കാരുടെ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് ആര്? പോപ്പ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ സഭാപിതാവ്. അദ്ദേഹം ഏതാണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് ഒരു പ്രസംഗിച്ചു. ഒരു സന്ദേശമാണ്, യുവജനങ്ങൾക്ക് വേണ്ടി സന്ദേശമാണ്. പറഞ്ഞ പ്രകാരമാണ്, എല്ലാ യുവജനങ്ങളെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഒരു ദിവസം ഒരു 2 മിനിറ്റെങ്കിലും എന്ത് ചെയ്യണം? 3 മിനിറ്റെങ്കിലും 1 മിനിറ്റെങ്കിലും എന്ത് നിങ്ങൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാണ് സന്ദേശത്തിൻ്റെ ചുരുക്കം. അതിന് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു വേദപുസ്തകം എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു പോക്കറ്റ് ബൈബിൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പോക്കറ്റിലുണ്ടായിരിക്കണം. ഓക്കെ, യാത്ര പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എപ്പം നിങ്ങൾ ഇരിക്കാൻ സമയത്ത് അന്നേരം എന്ത് ചെയ്യണം? അതെടുത്തൊന്ന് വായിച്ച് നോക്കുക. ഒരു ദിവസം 3 മിനിറ്റ് 2-3 വാക്യങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. യാത്ര പോകുന്നവരാണെങ്കിൽ യാത്ര പോകുന്ന ഇരിക്കാൻ സമയം കിട്ടിയാൽ, സഞ്ചാരത്തിലിരിക്കുന്നവർ, ജോലിക്കാരിലിരിക്കുന്നവർ, മറ്റു പണികൾ ഏർപ്പെട്ടിരിക്കുന്നവർ, എവിടെയാണെങ്കിലും എന്ത് ചെയ്യണം? ഒരു വേദപുസ്തകങ്ങളുടെ കയ്യിലിരിക്കണം. ഇരിക്കാൻ സമയം കിട്ടിയാൽ ആ ദിവസം വേദപുസ്തകം വായിച്ചിട്ട് അന്നേരം എന്ത് ചെയ്യണം? അത് വായിക്കണം. ഈ ഒരു വായന നിങ്ങളെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങളെ വ്യത്യസ്തരാക്കുന്നതാണ്. ഈ ദൈവവചന വായന നിങ്ങളെ എന്ത് ചെയ്യും? മറ്റുള്ള ആൾക്കാരിൽ നിങ്ങളെ വ്യത്യസ്തരാക്കും. യുവജനങ്ങളോട് പറഞ്ഞ പ്രസംഗമാണ്. ഏതാണ്ട് 1.25 കോടിയോളം ജനങ്ങൾ അത് കേട്ടു എന്നാണ് അന്നത്തെ അതിൻ്റെ റിപ്പോർട്ട്. എനിക്കും നിങ്ങളോട് പറയാൻ വേറെ അധികമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം വായിക്കാത്തൊരു ദിവസം എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് കുട്ടികൾ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുകരിക്കാം. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക? വിശുദ്ധ വേദപുസ്തകം എന്ത് ചെയ്യുക? ഒന്നെടുക്കുക, തുറക്കുക, പ്രാർത്ഥനയോടെ വായിക്കുക. കാരണം ഇത് എല്ലാ കാലത്തുമുള്ള, എല്ലാ തലമുറയ്ക്കുമുള്ള സന്ദേശമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോഴുള്ള നമുക്കും ഇനി വരുന്ന തലമുറക്കും ഉള്ളത് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് മുമ്പുള്ളവർ ഇത് തന്നെയാണ് വായിച്ച് ദൈവവുമായിട്ട് അടുത്ത് ജീവിച്ചത്. അതുകൊണ്ട് എല്ലാ തലമുറക്കുമുള്ള ഈ വചനം എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണം. വായിക്കുമോ? അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരും. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. യോഹന്നാൻ 14:15 പറഞ്ഞേ. 14:15 വാക്യം. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ കാത്തുകൊള്ളൂ. ഓക്കെ, ഈ ബെഞ്ചുകാരെന്ന് പറഞ്ഞ് ഇച്ചിരി ഞാൻ ശരിക്കും ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേ. ഇച്ചിരി ഒന്ന് ഉറക്കെ പറഞ്ഞേ. രണ്ടാമത്തെ ബെഞ്ച്. ഓക്കെ, താഴത്തെ ബെഞ്ച്. ഏറ്റവും പുറത്തെ ബെഞ്ച്. ഒന്നുകൂടെ പറഞ്ഞേ. ശരിയായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ശരിയാണോ? അടുത്തിരുന്നവരെന്ന് പറഞ്ഞ് താഴെ ഇരിക്കുന്നവർ ശരിയാണോ? പറഞ്ഞ് ശരിയാണോ? താഴെ ഇരിക്കുന്നവർ ചെറിയൊരു വിഷയമുണ്ടല്ലേ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതാണ്. ഇടയ്ക്ക് വേറെ വാക്യങ്ങൾ അതിനകത്തില്ല. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതാണ് വാക്യം. ഓക്കെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.